بسم الله الرحمن الرحيم يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. مشكور. السلام عليكم ورحمة الله. الحمد لله الواحد القهار العزيز الغفار مكبر الليل النهار ما شاء الله كان. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز أعوذ بالله السميع العليم من الشيطان الرجيم وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا. സ്നേഹമുള്ള സഹോദരിമാരെ, അദൃശ്യജ്ഞാനി അല്ലാഹു മാത്രം എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായൊരു വിഷയത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തില്ലെങ്കിൽ മുശ്രിക്കായി മരിക്കാൻ അവസരമുണ്ടാകുന്ന ഒരു വിഷയം, മുസ്ലിമായി മരിക്കുന്നതിന് വലിയ തടസ്സമുണ്ടാക്കുന്നൊരു വിഷയം, അതാണ് അദൃശ്യജ്ഞാനി അല്ലാഹു മാത്രം. ലോകത്ത് അദൃശ്യങ്ങൾ അറിയാൻ ശകുനം നോക്കുന്നവരുണ്ട്, കവടി നിരത്തുന്നവരുണ്ട്, ഭാവി പ്രവചിക്കുവാൻ വേണ്ടി പല വീടുകളും ഷോപ്പുകളും റോഡുകളും ഒക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ധാന്യം നിരത്തി, ചിപ്പികൾ നിരത്തി, ലക്ഷണങ്ങൾ നോക്കി ശുഭാശുഭങ്ങൾ പറയൽ, ഇങ്ങനെ ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇവരെല്ലാം ഇസ്ലാമിലെ അഴുക്ക് ചാലിലെ കേവലം കൊതുകുകൾ മാത്രമാണ്. ഇവരൊക്കെ നമുക്ക് നൽകുന്നത് നരകത്തിന്റെ കൃത്യമായ ടിക്കറ്റാണ്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ അദൃശ്യമായ ഒരറിവും ഇല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സൂറത്ത് അൽ ഫുർഖാനിലൂടെയും അതുപോലെ തന്നെ സൂറത്ത് അൽ ലുഖ്മാനിലൂടെയും ഒക്കെ തന്നെ നാം പഠിച്ചവരാണ്, അറിഞ്ഞവരാണ്. സൂറത്ത് ലുഖ്മാനിലെ ഒരു ആയത്ത് കേൾക്കുക. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, അല്ലാഹുവിന്റെ അടുത്താണ് ലോകം എപ്പോഴാണ് അവസാനിക്കുക എന്നറിവ്. അത് പടച്ച തമ്പുരാന് മാത്രമേ ഉള്ളൂ. എന്നാൽ ലോകം അവസാനിക്കുക ഒരു വെള്ളിയാഴ്ചയാണ്. അക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കിട്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുക. അപ്പൊ ശനി ഞായറും തിങ്കൾ ചൊവ്വയും ബുധനും വ്യാഴവും പേടിക്കേണ്ട. ശനിയാഴ്ച ലോകം അവസാനിക്കുകയുള്ളൂ, അല്ല വെള്ളിയാഴ്ച തന്നെ കേട്ടോ. അപ്പൊ ശനി ഞായറും തിങ്കൾ ചൊവ്വയും ബുധനൊന്നും പേടിക്കാണ്ട കുത്തിരിക്കുക. കാരണം എന്നേ ഉണ്ടാവുള്ളൂ, വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് നോക്കൂ. ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസ് യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഉത്തമമായ ദിവസം വെള്ളിയാഴ്ചയാണ്. കാരണം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഫീഹി ഖുലിഖ ആദം, വെള്ളിയാഴ്ചയാണ് ആദം നബിയെ അല്ലാഹു സൃഷ്ടിച്ചത്. വ ഫീഹി ഉഹ്ബിത്ത മിനൽ ജന്ന, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതും വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ചയാണ് ആദം നബിയെ സൃഷ്ടിച്ചത്, വെള്ളിയാഴ്ചയാണ് ആദം നബിയെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. വ ഫീഹി തീബ അലൈഹി, ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ. നമുക്കറിയാം
പുറത്താക്കിയ സമയത്ത് ആദം നബി പ്രാർത്ഥന നിങ്ങൾക്കറിയാം. ഖാല റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, നാഥാ മാപ്പ് തരണം എന്ന് തൗബ ചെയ്തത്, ആ തൗബ സ്വീകരിച്ച ദിവസവും വെള്ളിയാഴ്ച. അപ്പം വെള്ളിയാഴ്ച ആദം നബിയെ സൃഷ്ടിച്ചു, വെള്ളിയാഴ്ച ആദം നബിയെ സ്വർഗ്ഗത്തിന് പുറത്താക്കി, വെള്ളിയാഴ്ച ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചു. വഫീഹി മാത, വെള്ളിയാഴ്ചയാണ് ആദം നബി മരിച്ചത്. കേട്ടോ, ആദം നബി മരിച്ചത് വെള്ളിയാഴ്ചയാണ്. വഫീഹി തഖൂമു സഅ, ആ വെള്ളിയാഴ്ച തന്നെയാണ് ലോകം അവസാനിപ്പിക്കുക. വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുഖീസത്തുൻ യൗമൽ ജുമുഅ, എല്ലാ ജീവികളും വെള്ളിയാഴ്ച ദിവസം ലോകം അവസാനിക്കുന്നത് കാതോർക്കുന്നുണ്ടത്രേ. എല്ലാ ജീവികളും, അവർക്കൊക്കെ ഭയമാണ് വെള്ളിയാഴ്ച ലോകം അവസാനിക്കുമോ എന്ന നിലക്ക് എല്ലാ ജീവജാലങ്ങളും മിൻ ഹീന തുസ്ബിഹു ഹത്താ തത്ലുൽ ശംസ്, പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ കാതോർക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ശഫഖം മിനസ്സാ, ലോകം അവസാനത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അത്ര എല്ലാ ജീവജാലങ്ങളും കാതോർക്കുന്നത്. എന്നാൽ ഈ കാതോർക്കലിന് ഈ കാര്യം അറിയുന്ന ആളുകൾ ഇല്ലൽ ജിന്ന വൽ ഇൻസ്, മനുഷ്യനും ജിന്നിനും അതറിയാൻ കഴിയില്ല. നമുക്കറിയാം, സുനാമി ഉണ്ടായ സമയത്ത് എല്ലാ ജീവജാലങ്ങളും ആദ്യം അറിഞ്ഞു, അവർ ഒഴിഞ്ഞുപോയി, അല്ലെ? അപ്പം മനുഷ്യനൊക്കെ പിന്നീടാ അറിഞ്ഞത്, അല്ലെ? അപ്പൊ ജീവജാലങ്ങൾക്ക് ലോകം അവസാനിക്കുന്ന സമയത്തുണ്ടാകുന്ന ചില തരംഗങ്ങൾ ജീവജാലങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തൊക്കെയാണ്, വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസമാണ് ലോകം അവസാനിക്കുക, അല്ലെ? അത് നമുക്ക് വ്യക്തമായി. അപ്പം ലോകം ഏത് വെള്ളിയാഴ്ചയാണ് അതറിയില്ല, ഏത് വെള്ളിയാഴ്ചയാണ് അതറിയില്ല. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ലോകം അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, ഇനി വയുനസ്സിലുൽ ഗൈസ്, മഴ അതെത്ര വർഷിക്കും, എവിടെ വർഷിക്കും, എങ്ങനെ വർഷിക്കും, ആർക്കും അറിയില്ല. അറിയുന്നു പറഞ്ഞ് ഇവര് പറഞ്ഞ അപ്പ അല്ലാഹു ഉള്ള വെള്ളം കൂടി ഇറക്കൽ നിർത്തും. ആരെങ്കിലും അദൃശ്യമായ ഒരു അറിവുണ്ട് എന്നുള്ളവർക്ക് കാലാവസ്ഥാ പ്രവചനം നടത്തിയാൽ അല്ലാഹു ഉള്ളതില്ലാണ്ടാക്കും. അങ്ങനെ ഇതുവരെ കണ്ടുവരുന്നത്. ഇപ്പൊ ഈ വർഷം ഏറ്റവും കൂടുതൽ മഴ വർഷിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരുപാട് വെള്ളത്തിന് സാധ്യതയുണ്ടെന്നും ഒക്കെ പറഞ്ഞ ആളുകൾ വെള്ളമില്ലാണ്ടങ്ങനെ നിൽക്കുകയായിരുന്നു. അതിലിടക്ക് അതാ കഴിഞ്ഞ ദിവസം ഒരൊറ്റ മഴ ഉരുളങ്ങ് പൊട്ടിയിട്ട് രാത്രി കിടക്കുമ്പോൾ ചിന്തിച്ചിരുന്നോ ഇത്രയും മയ്യത്തൊരു വീട്ടിൽ നിന്ന് കൊണ്ടോണ്ടിയിരുന്നു? ഇല്ല. അതാണ് പടച്ചതമ്പുരാൻ. മഴ വർഷിച്ചപ്പോൾ കണ്ടങ്ങൾ അദൃശ്യജ്ഞാനമാണ്. ഒരിക്കലും മഴ വർഷിക്കുന്നത് എന്നാണെന്നോ എപ്പോഴാണെന്നോ എത്ര ഉണ്ടാവുന്നോ പറയാൻ കഴിയില്ല. ഇപ്പൊ 48 മണിക്കൂർ മലബാറിൽ ശക്തമായ മഴ ഇപ്പൊ ഉണ്ടാവും ഇന്നലെ പ്രവചിച്ചു. അപ്പൊ അല്ല നിർത്തി, വേണ്ട, നിങ്ങൾ ഇൽമുൽ ഗൈബ് അല്ലാഹ്ക്കാന്ന് സമ്മതിക്കുക എന്ന് പറയാം നമുക്കത്. അങ്ങനെ അന്ന് നമുക്കത് ആലോചിക്കുക. ആവശ്യമില്ലാത്ത വിഷയം സംസാരിക്കരുത്, വിവരമില്ലാത്ത കാര്യം പറയരുത്. വിവരമില്ലാത്ത കാര്യങ്ങൾ പറയാൻ സർക്കാർ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ആരെ ആ സ്ഥാപനത്തിന്റെ പേരെന്താ? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എന്ത് നിരീക്ഷിക്കുകയാണ് ഓല്? ഒന്നും നിരീക്ഷിക്കാൻ കഴിയില്ല. ഓൽ നിരീക്ഷിച്ചോട്ടലൊക്കെ തെറ്റാ. നിരീക്ഷിച്ചിരുന്നെങ്കിൽ ഓലോട് പറയാമായിരുന്നില്ലേ, ഇതാ ഇന്ന് ഉരുളുപൊട്ടും മഴ വല്ലാണ്ടുണ്ടാവും, നിങ്ങൾ അവിടുന്ന് മാറി താമസിച്ചാൽ എന്ന് പറഞ്ഞിരുന്നോ? എല്ലാ ജീവജാലങ്ങൾക്കും അറിയാൻ കഴിയും ഇത്തരം അപകടങ്ങൾ, പക്ഷെ മനുഷ്യന്മാർക്ക് അറിയാൻ കഴിയില്ല. അതാണ് അദൃശ്യജ്ഞാനി അല്ലാഹു മാത്രം. അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ലോകം എപ്പോൾ അവസാനിക്കും, മഴ എപ്പോൾ വർഷിക്കും എന്നീ കാര്യങ്ങൾ. ഇനിയോ വയലമു മാഫിൽ അർഹാം, ഗർഭപാത്രത്തിൽ കയറിക്കൂടുന്ന ഒരു ഭ്രൂണം, അത് വളരുമോ, അത് ജീവിക്കുമോ, അത് നല്ലവനാകുമോ, കാഫറാകുമോ, മുഅ്മിനാകുമോ, പഠിക്കുമോ, സംസ്കാരമുള്ളവനാകുമോ, മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നവനാകുമോ, അവരെ ദ്രോഹിക്കുന്നവനാവുമോ, ഈ ഭ്രൂണത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എല്ലാരും വിചാരം എന്താ അറിയോ, ഭ്രൂണം ആണാണോ പെണ്ണാണോ എന്ന് അറിയുമെന്ന് അല്ല പറഞ്ഞ. അല്ല, അല്ല അതല്ല പറഞ്ഞത്. ആണാണോ പെണ്ണാണോ എന്നുള്ളതിന് അല്ല അതൊരു വലിയൊരു കഴിവല്ല, ആണാണോ പെണ്ണാണോ എന്ന് പറയല്. പക്ഷെ ആ കുഞ്ഞ് വളരുമോ, ഇവിടെ എത്ര കാലം ജീവിക്കും, ആ കുട്ടിന്റെ മരണം എങ്ങനെ, ആ കുട്ടി പഠിക്കുന്ന കുട്ടിയായിരിക്കുമോ, ആ കുട്ടി സംസ്കാരമുള്ള കുട്ടിയായിരിക്കുമോ, ആ കുട്ടി മുസ്ലിമാണോ, ആ കുട്ടി മുഅ്മിനാണോ, ആ കുട്ടി കാഫറാണോ, മുനാഫിക്കാണോ, ഇതൊക്കെ ഒരു ഭ്രൂണത്തിൽ നിന്ന് തന്നെ അല്ലാഹ്ക്കറിയാം. ആ അറിവ് ആർക്കും വേറെ ആർക്കും ഉണ്ടാവില്ല. അതാണ് യഅലമു മാ ഫിൽ അർഹാം. ഇനി വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ, നാളെ നിങ്ങൾ എന്ത് സമ്പാദിക്കും ആർക്കും അറിയില്ല. ഇപ്പോഴുള്ള ഭർത്താവിന്റെ കൂടെ മരിച്ചു പിരിയോ അറിയില്ല. ഇപ്പോഴുള്ള ഭർത്താവ് നിങ്ങളെ കൂടെ നിന്ന് മരിക്കോ അതും അറിയില്ല. അറിയോ? ഇല്ല. നിങ്ങൾ എപ്പോൾ മരിക്കും, നിങ്ങൾ ഹോസ്പിറ്റലിലാണോ കിടന്ന് മരിക്കുക,
അതോ വെള്ളത്തിൽ കിടന്നാണോ മരിക്കുക, അതോ തീപ്പൊള്ളലേറ്റാണോ മരിക്കുക, അതോ പ്ലെയിനിൽ വീണാണോ മരിക്കുക, അതോ തീവണ്ടി കുടുങ്ങിയിട്ടാണോ മരിക്കുക, അതോ വിഷം കുടിച്ചാണോ മരിക്കുക, അതോ തൂക്കം നോക്കിയിട്ടാണോ മരിക്കുക? ഒന്നും പറയാൻ കഴിയില്ല. ആർക്കും തൂക്കം നോക്കാറ് മനസ്സിലല്ലേ? ചിലവർ എത്ര കിലോ ഉണ്ട് നോക്കല് മറ്റുള്ളവർ നോക്കാൻ വേണ്ടി തൂങ്ങി നോക്കലുണ്ട്. അല്ലേ? എങ്ങനെ മരിക്കും, എന്താണ്, നാളെന്ത് സംഭവിക്കും അതും അറിയില്ല. അങ്ങനെ നാളെന്ത് സംഭവിക്കും അറിയില്ല. നാളെന്നൊക്കെ സംഭവിക്കും, അന്റെ കച്ചവടം പുരോഗമിപ്പിക്കാം, നാളെന്ന് സംഭവിക്കും, കബഡി എത്തി പറഞ്ഞുതരാം, കൈ നോക്കട്ടെ, മുഖം നോക്കട്ടെ, ലക്ഷണം നോക്കട്ടെ, കേട്ടോ, കയ്യിലുള്ളത് നോക്കട്ടെ. അതാ ഓല് പറയുന്നത്. ഓല് പറയുന്നത് എന്താണ്? നിങ്ങളെ കയ്യിലുള്ള പൈസ ഞാനൊന്ന് നോക്കട്ടെ, കേട്ടോ, കയ്യിലുള്ളത് ഞാൻ നോക്കട്ടെ. 5 രൂപ തന്നാൽ 2 രൂപ പറയാൻ മടിക്കില്ല, അപ്പൊ തന്നെ 3 രൂപ പോയി. 5 രൂപ കൊടുത്താൽ 2 രൂപയുടെ ലക്ഷണം പറയാൻ മടിക്കില്ല. കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടോ 3 രൂപ അപ്പൊ തന്നെ പോയി എന്നുള്ളത് ഇല്ല. ഇനി 2 രൂപ പറയാനുണ്ടാവോ? എന്താ ഈ പറയുന്നതാണ്? കൈ നീട്ടിയാലോ? നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ കാഫറാണ്. ഒരാൾ നിങ്ങളോട് പറയാണ്, മൂത്തതായി മൂത്ത കുട്ടി ഇവൻ ജനിച്ചിവിടെ വളർന്നാൽ നിങ്ങൾക്ക് അപകടം വരാനുണ്ട്, അതുകൊണ്ട് അവനെ കൊല്ലണം. ഒരു തങ്ങൾ പറഞ്ഞാൽ കൊന്നിട്ടുണ്ട്. ഇവിടെ എത്രയോ ആളുകളെ കൊന്നിട്ടുണ്ട് കേട്ടോ. ഒരു തങ്ങൾ പറയാണ് ഈ കുട്ടി, ഒരാള് ഒരു കുട്ടിനെ കൊന്നിട്ട് അതിന് ജീവൻ വരുന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു തങ്ങള് നാദാപുരത്ത് ഒരു തങ്ങള് കുട്ടി പിറ്റേന്ന് സ്കൂൾ പോയപ്പോ പറഞ്ഞു, നാളെ ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വന്നിട്ടില്ലേ, ഒന്ന് എന്നെ കാണാൻ വരണം, കാരണം എന്നെ ഇങ്ങനെ ഒരു കുരുതി കൊടുക്കണം, ഒരു നിധി കിട്ടാനാണ്. നിധിയെ ഉണ്ട്, അത് കിട്ടണമെങ്കിൽ ഇവനെ കൊല്ലണം, ഇവനെ കൊന്നാപ്പം ജീവിക്കും, അഞ്ഞും ജീവിക്കും. തങ്ങൾ പറഞ്ഞു, വിശ്വസിച്ചു. അത് പ്രകാരം എന്ത് ചെയ്തു? ആ കുട്ടിയെ അദ്ദേഹം ഉറഞ്ഞുതുള്ളി, തങ്ങൾ ഉറഞ്ഞുതുള്ളിയിട്ട് പറഞ്ഞു, ഇവന്റെ കണ്ണാദ്യം എടുക്കണം. കണ്ണെടുത്തു കൊടുത്തു. സ്വന്തം മാതാപിതാക്കളാ കണ്ണെടുത്തു കൊടുക്കുന്നത്. നാവ് വേണമെന്ന് പറഞ്ഞു. ആ കുട്ടിയെ എല്ലാവരും കൂടി കെട്ടിയിട്ടിട്ട് നാവ് പുറത്തേക്ക് എടുത്തിട്ട് അരിഞ്ഞ് കൈ കൊടുത്തു. പിന്നെ പറഞ്ഞു മലം വേണമെന്ന് പറഞ്ഞപ്പോ വയറ് കീറി മലമെടുത്തു കൊടുത്തു. രക്തം വേണമെന്ന് പറഞ്ഞു. ആ കീഴിലോടത്ത് മുഴുവൻ രക്തം കൊടുത്തു. ഈ സമയത്ത് ഈ കുട്ടിയുടെ നിലവിളി കേട്ട് അപ്പുറത്ത് പറഞ്ഞ 1 കിലോമീറ്ററൊക്കെ അപ്പുറത്താണ് നാദാപുരത്തൊക്കെ വീടുണ്ടാവുള്ളൂ. നമ്മളവിടുത്തമായി അടുപ്പൂടിയായി വീടുണ്ടാവില്ല. ഇത് കുറ്റിച്ചിറ പള്ളിക്കണ്ടി പരിപ്പിൽ തക്കാളി ഭാഗത്ത് മാത്രമേ എങ്ങനെ വീടുണ്ടാവുള്ളൂ. അടുത്തടുത്ത വീട്. ഇവിടുന്ന് ഒരാൾ തുമ്മിയ അപ്പുറത്തെ പറയെ കേൾക്കും. അതുകൊണ്ട് നമ്മൾ തുമ്മലില്ല. അപ്പൊ അതാ പറഞ്ഞത്, അത്ര പ്രയാസത്തിലാ. അപ്പൊ അതുകൊണ്ട് അങ്ങനല്ല നാദാപുരമൊക്കെ 40 സെന്റ് 60 സെന്റ് 1.5 ഏക്കർ 2.5 ഏക്കർ ഭൂമി കഴിഞ്ഞിട്ടാണ് അടുത്ത വീടുണ്ടാകുക. അപ്പൊ ഇവിടുത്തെ ബഹളം, ആ കുട്ടിയുടെ ദീനരോദനം അടുത്ത ഭാഗത്തേക്ക് കേൾക്കാനൊരല്പം സമയമെടുത്തു. ആളുകൾ ഓടിക്കൂടിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കെട്ടിയിട്ട ഈ കുട്ടിയെയാണ് കാണുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വിവരറിയിച്ചു. പോലീസുകാർ വന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? തങ്ങളുടെ വീട്ടിനകത്ത് എവിടെയോ ഒരു നിധിയുണ്ട്, ആ നിധി കിട്ടാൻ അദൃശ്യമായ അറിവ് തങ്ങൾക്കുണ്ടെന്ന് വിശ്വസിച്ച ആ മനുഷ്യൻ ആ കുഞ്ഞിനെ കൊന്നു. കാഫറായി, മുശ്രിക്കായി, കൊലയാളിയായി. രാജ്യത്തെ ഏറ്റവും വലിയ അപകടം. നൊന്ത് പെറ്റ ഉമ്മ ആദ്യം പറഞ്ഞു, വേണ്ട, നമുക്ക് ആ നിധി വേണ്ട. അപ്പോൾ തങ്ങൾ പറയുന്നു, കുട്ടി മരിച്ചാലും കുട്ടി ജീവിക്കും, ഞാൻ ജീവിപ്പിക്കും. അതാ പറഞ്ഞു. അതുപോലും വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളൊരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ അറിയണം, കാര്യങ്ങൾ അറിയാതെ മുസ്ലിങ്ങളാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഒരുപാട് ആളുകൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ പോലും തയ്യാറില്ലാതെ നോമ്പനുഷ്ഠിച്ചോണ്ട് കാര്യമില്ല. ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന ആ ആശയം പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പാർക്കുകയും വേണം. എന്നിട്ട് നോമ്പനുഷ്ഠിക്ക്. അല്ലാതെ വെറുതെ പട്ടിണി ഇരുന്നെന്ത് കാര്യം? മുശ്രിക്കായി മരിച്ചിട്ടെന്ത് കാര്യം? അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഖുർആൻ പറയുന്നു, വമാ തദ്രി നഫ്സുൻ, ഒരു മനുഷ്യരും അറിയില്ല, ബി ഐ അർലിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും അറിയില്ല. അപ്പൊ ഇവിടുന്ന് ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യത്ത് പോയിട്ട് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് നിത്യവും പത്രവാർത്ത നാം കാണാറുണ്ട്. അവർ വിചാരിച്ചിരുന്നു അവർക്കൊന്ന് കുവൈത്തിൽ നിന്ന് മരിക്കണം, അവർ വിചാരിച്ചിരുന്നു അവർക്ക് UAE നിന്ന് മരിക്കണം, ഇല്ല. അവർ വിചാരിച്ചിരുന്നു സൗദി അറേബ്യയിൽ നിന്ന് മരിക്കണം, ഇല്ല. ഒരു വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് ആ വണ്ടിന്റെ മുകളിലേക്ക് വരികയാണെന്ത്? മറ്റൊരു വണ്ടി സൈഡാക്കി നിർത്തിയിട്ട വണ്ടിന്റെ മുകളിലേക്ക്. നമുക്കറിയാം, നമ്മൾ പത്രത്തിൽ വായിച്ചതാ, ഒരു ചെറിയ പൈതലടക്കം പോയി, അല്ലേ?
പോയില്ലേ? ഇപ്പൊ ഉരുൾപൊട്ടിയിട്ട് ഒരു കുടുംബത്തിൽ 9 എണ്ണം, ഇന്നും ഒരു കുട്ടിയെ കിട്ടിയിട്ടില്ല. അറിയുന്നില്ല. പത്രങ്ങളോ ന്യൂസുകളോ വായിക്കുമ്പോഴെങ്കിലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണ്ടേ? ഉൾക്കൊള്ളുന്നില്ല. എന്നാ അപ്പൊ ഒരാൾക്ക് പറഞ്ഞൂടെ, ഞാൻ കണക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം ആ കുട്ടി അവിടെ ഉണ്ടെന്ന്? മിണ്ടുന്നുണ്ടവര്? ഒരൊറ്റ ഒന്നും മിണ്ടുന്നില്ല, എല്ലാം പൊത്തിന്റെ ഉള്ളിൽ ഒളിച്ചിക്കുക. എന്നിട്ട് കുറെ കഴിഞ്ഞാൽ പറയുന്നത് അറിയോ, എനിക്ക് ആദ്യം കുറച്ചൊക്കെ അറിയാൻ. എന്ത് കുറച്ചൊക്കെ അറിയാൻ? ഒന്നും അറിയില്ല എന്നുള്ള അറിയാൻ. അതെ, ഓരോരോ സാധനം വീണു ആൾക്കാരെന്ന്. അടുത്ത വീട്ടിലുള്ള ഒരു ആളുടെ ചെയിന് കാണില്ല. അപ്പൊ ഉടനെ ഈ ജാതി അദൃശ്യജ്ഞാനം ഉണ്ട് എന്നുള്ളവർക്ക് പോവും ഏതെങ്കിലും തങ്ങളെടുത്ത്, അല്ലെങ്കിൽ മുസ്ലിയാരെടുത്ത്, അല്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്ത്. ഓരോരോ ഉസ്താദന്മാരുണ്ടല്ലോ, തലയിൽ കെട്ടും കെട്ടി അലാക്കിന്റെ താടിയും വെച്ച് പിന്നെ മനുഷ്യന്മാരെങ്ങനെ കഴുക കണ്ണുകൊണ്ട് നോക്കി നിൽക്കുന്നേ കുറെ എണ്ണുണ്ട്. അവരെടുത്ത് പോകും. അപ്പൊ അവരെടുത്ത് പോയാൽ അവര് എന്ത് ചെയ്യും? കവടി നിരത്തും. കവടി നിരത്തിയിട്ട് 4, 3, 2, 1 ഒക്കെ ആക്കി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള നമ്പർ പറയാറ്. അപ്പൊ ഒരു ഇഷ്ടമുള്ള നമ്പർ ഏത് നമ്പറാ അപ്പം നമുക്ക് ഇഷ്ടം? എനിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം പറയാറാ നമുക്ക് പറയുന്നു. നമുക്കെന്താ നമ്പറിന്റെ മുകളിൽ നമ്പർ ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞാ അതെന്നെ കണ്ടില്ലേ? വണ്ടിക്കൊക്കെ നമ്പർ കിട്ടാൻ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുക്കണമുണ്ട്. അറിയങ്ങള് 786 നമ്പർ കിട്ടിയാല് 786 കാരണം അവർ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ഷോട്ടാന്നാ സുന്നികൾ പറയുന്നത്. അപ്പൊ വണ്ടിക്ക് 786 കിട്ടാൻ 1 ലക്ഷം ഉറുപ്പ്യൊക്കെ വണ്ടിന്റെ പുറമെ കൊടുക്കല ബിസ്മിന്റെ നമ്പർ കിട്ടാൻ. അജാതി വിവരദോഷികൾ നാട്ടിൽ കേട്ടോ. അപ്പം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും അദൃശ്യമായ ഒരു ജ്ഞാനവും ഒരാൾക്കും ഇല്ല എന്നുള്ള രേഖകൾ ഒരുപാടുണ്ട്. ഭൗതികമായി നാം കാണുന്ന നിത്യജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെയാണെങ്കിലും തങ്ങളെടുത്ത് പോയിട്ട് കണക്ക് നോക്കിയിട്ട് മാല പോയതോടെയെന്ന് ചോദിക്കും. അപ്പൊ തങ്ങള് കവടിയൊക്കെ നിരത്തിയിട്ട് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, തങ്ങള് നിങ്ങളെ പടിഞ്ഞാറ് ഭാഗത്തൊരു വീടില്ലേ? പടിഞ്ഞാറ് ഭാഗത്തോടെയും പറയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഉടനെ ഉണ്ട് കണ്ട തങ്ങൾക്ക് മനസ്സിലായത്. തങ്ങൾക്കിതല്ല, നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം പടിഞ്ഞാറ് ഭാഗത്തോടെ പുരല്ലടക്കൂ. എന്നാൽ അത് പറഞ്ഞ ശേഷം ഒരിടത്തുനിന്നും പറയില്ല. എന്നാൽ ആ മാല നിലം തൊട്ടിട്ടില്ല എന്നാ മനസ്സിലായ? നിലം തൊട്ടില്ല മനസ്സിലായ? എന്താ മനസ്സിലായത്? കടക്ക് നോക്കിയിട്ട് നിലം തൊട്ടില്ല അറിയുന്ന അർത്ഥം എന്താ? അത് വീണുപോയതല്ല, അതൊരാൾ കഴിച്ചെടുത്ത് കൊണ്ടായതാണ്. ആദ്യത്തെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായത് പടിഞ്ഞാറ് ഭാഗത്തൊരു പുരല്ലേ. എന്നിട്ട് ഇപ്പോൾ പോയിട്ട് ഈ മറ്റേ പുരക്കാരോട് ഇന്റെ മോളെ പണ്ടജി എടുത്തുക്കണമെങ്കിൽ ഇജ്ജ് മനസ്സിലായിക്കോ, കുറിഞ്ഞിത്തങ്ങൾ ഇവിടെ ഉണ്ട്. തങ്ങള് അത് ഞാൻ എന്റെ കൊലായിൽ കൊണ്ടേ ഇടിക്കും, അല്ലെങ്കിൽ എന്റെ ഉള്ളനടിയിൽ നിന്ന് രോമം പറിച്ചോ. ഉള്ളനടിയിൽ രോമം ഇല്ലല്ലോ പറിക്കേ. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് അത് പറിച്ചോ എന്നൊക്കെ അത് പറയും. ഇല്ലാത്ത കാര്യങ്ങളാ പറഞ്ഞു വീഴേ. അപ്പൊ ഇത് ചിലപ്പോ എടുത്തോലുണ്ടാവും. കട്ടെടുത്ത പെണ്ണാണെങ്കിൽ സത്യത്തിൽ ഈ ശബ്ദം ഓൾ അവിടെ മാത്രമല്ല പറയാ, പടിഞ്ഞാറ് പുരയെ പറഞ്ഞു. പടിഞ്ഞാറ് പുരയുള്ളവര് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി പറഞ്ഞ് തങ്ങളടുത്ത് പോയിക്കാലോ ഉള്ളനടിയിൽ രോമം പറിക്കാലോ അവിടെ കൊണ്ട് ഇപ്പൊ കിട്ടുന്നാ പറഞ്ഞു. 4 ദിവസത്തിന്റെ ഉള്ള 4 ദിവസം ടൈം കൊടുക്കും. അതിന്റെ ഇടയിൽ ഇത് പറഞ്ഞ് പേടിപ്പിക്കും ഈ ചുറ്റുപാടില്. അപ്പൊ ഇത് എടുത്തോലിയായിരിക്കും. കുറിഞ്ഞിത്തങ്ങളാണല്ലോ, എന്താണേലോ പൂക്കുറിഞ്ഞാണോ എന്ത് കുറിഞ്ഞാന്നറിയില്ലോ. അപ്പൊ കട്ടോലി ചിലപ്പോ പേടിച്ചിട്ട് അവിടെ കൊണ്ടേയിടും. അല്ലാ തങ്ങളെ കറാമത്താന്നാണ്. കാരണം ഇത് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. നേരെ മറിച്ച് പടച്ചോൻ പറഞ്ഞിട്ട് പേടിയില്ല, തങ്ങൾ പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് പേടിയാ കേട്ടോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ കാര്യങ്ങൾ എന്തൊക്കെ? 1, ലോകം അവസാനിക്കുന്നപ്പോൾ അറിയില്ല. 1. 2, മഴ വർഷിക്കുന്നപ്പോൾ അറിയില്ല. ഗർഭപാത്രത്തിൽ വളരുന്ന ഭ്രൂണം എങ്ങനെ വളരും, എന്താകും അറിയില്ല. ഒരു മനുഷ്യൻ നാളെ എന്ത് സമ്പാദിക്കും അറിയില്ല. അറിയോ? ഇപ്പൊ മുമ്പൊക്കെ സമ്പാദിച്ചിരുന്ന ഒന്നുമില്ലാത്ത മുക്കാൽ ഗതിയില്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പം വലിയ വലിയ പണക്കാരാ അല്ലേ? മുമ്പത്തെ കുറെ പണക്കാരുണ്ട് ഇപ്പൊ നക്കിപ്പിന് ഗതിയില്ലാണ്ട് നടക്കുന്നത് ഇല്ലേ? ഒരുപാട് പൈസക്കാരില്ലേ ഒന്നുമില്ലാത്തോല്? ഒരു നയാ പൈസ ഗതിയില്ലാത്തോല് ഇപ്പൊ ഒരുപാട് പണക്കാരായില്ലേ? അവരെ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഒരുപാട് എസ്റ്റേറ്റുകൾ ഉണ്ടാക്കിയില്ലേ? ഓൽക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പെട്ടെന്നുണ്ടായി. അപ്പൊ എന്തൊക്കെ നാളെ സമ്പാദിക്കും, എന്തൊക്കെ പ്രവർത്തിക്കും ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ എപ്പോഴാണ് മരിക്കുക അല്ലെ? ഒമാ തദ്രി നഫ്സുൻ ബിഅയ്യിർലിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും പറയാൻ കഴിയില്ല. 5 കാര്യം. ഈ 5 കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മഫാത്തിഹുൽ ഗൈബ് 5. 5 കാര്യങ്ങളാണ് മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യത്തിന്റെ താക്കോലുകൾ. അദൃശ്യത്തിന്റെ താക്കോലുകൾ. ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അത് അല്ലാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. വിശുദ്ധ ഖുർആനിലും എല്ലാ കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഈ അതേ ആയത്തിൽ റസൂൽ എങ്ങനെ വിശദീകരിച്ചു? ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ എന്ത് സംഭവിക്കും അല്ലാഹു അല്ലാതെ ഒരാൾക്കും അറിയില്ല. വലാ യഅലമു മാ തഗീറുൽ അർഹാം ഇല്ലല്ലാഹ്,
ഭ്രൂണമാകുന്നതിനെക്കുറിച്ച്, ഭ്രൂണം എങ്ങനെ വളരുമെന്നതിനെ കുറിച്ച് അല്ലാഹു അല്ലാതെ അറിയില്ല. വലാ യഅലമു മത്താ യഅ്തിൽ മതർ അഹദുൻ ഇല്ലല്ലാഹ്, എപ്പോൾ മഴ വരും ഒരാൾക്കും അറിയില്ല. വലാ തദ്രി ബി അയ്യിർദിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും അറിയില്ല. വലാ യഅലമു മത്താ തഖൂമു സാ ഇല്ലല്ലാഹ്, ലോകം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് അല്ലാഹു അല്ലാതെ മറ്റാർക്കും അറിയില്ല. അപ്പോ നാളെ ഒരു ശാസ്ത്രജ്ഞൻ പറയാണ് 2014 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാൽ ഓനോട് പോയി പണിയൊക്കാൻ പറയും ആര്? മുഅ്മിനുകൾ. പക്ഷെ നിങ്ങൾ പറയൂ 2014 ലോകം അവസാനിക്കുന്ന പറഞ്ഞാൽ 2013 ഉള്ളോടത്തുള്ള സ്വത്തൊക്കെ വിറ്റ് തിന്നാൻ തുടങ്ങും. ഇനിയിപ്പോ 6 മാസം കൂടിയുള്ളൂ, വെറുതെ ബടതാക്കണ്ട അല്ലേ? അള്ളാഹു പറയുന്നു ലോകം അവസാനിക്കുന്നത് എപ്പോഴെന്ന് അറിയില്ല, പക്ഷെ അത് വെള്ളിയാഴ്ചയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അല്ലേ? അപ്പൊ അള്ളാഹു അല്ലാത്ത വേറെ ആൾക്കും അറിയില്ല. സൂറത്ത് അൻആമിൽ അള്ളാഹു പറയുന്നു വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യത്തിന്റെ താക്കോൽ അള്ളാഹുവിന്റെ അടുത്താണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ അത് അറിയില്ല. വയഅലമു, അവനറിയാം. മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ള കാര്യം അവനറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരു ഇല താഴെ വീഴുന്നുണ്ടെങ്കിൽ അതും അല്ലാഹുവിനറിയാം. ഇല്ലാ യഅലമുഹാ, അവനറിയാതെ ഒരു ഇല പോലും താഴെ വീഴില്ല. ഈ ഭൂമിയിലുള്ള മരത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു ഇല താഴെ വീഴുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ അറിവോടുകൂടിയാണ്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി, ഭൂമിയുടെ ഒരു കൂരിട്ടിൽ ഉണ്ടാകുന്ന അന്ധകാരത്തിലുള്ള ഒരു ധാന്യമണി ഇവിടെ മുളക്കുകയോ മുളക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിനറിയാം. വലാ റത്ബിൻ വലാ യാബിസിൻ, ഒരു ധാന്യം പച്ചയായി വീഴുകയോ പച്ചയായി നിൽക്കുകയോ ഉണങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും അല്ലാഹുവിനറിയാം. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അല്ലാഹുവിന്റെ വ്യക്തമായ രേഖയുണ്ട്. ഇതാണ് പടച്ചവന്റെ അറിവ്. അങ്ങനെ പടച്ച തമ്പുരാന്റെ അറിവ് എല്ലാ കാര്യങ്ങളിലാണ് കേട്ടാ, എല്ലാ കാര്യങ്ങളിലും. ലോകം എപ്പോഴവസാനിക്കും അള്ളാഹ്ക്ക് മാത്രം അറിയുള്ളൂ. ലോകം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താ വെച്ചാൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞല്ലോ, എന്നത് വെള്ളിയാഴ്ച ഏത് വെള്ളിയാഴ്ചയാണ് അതറിയില്ല അല്ലേ? എന്നാൽ അത് ഉണ്ടാവുക എപ്പോഴാണ്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു ഹൽ യൻദുറുന ഇല്ലസ്സാ അൻ തഅതിയഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ, നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്ത് വളരെ പെട്ടെന്നാണ് അത് സംഭവിക്കുക. അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയോ റസൂലുള്ളാഹി പറയാൻ വല തഖൂമന്ന സാ, ലോകം അവസാനിക്കും. വഖദ് നശറ റജുലാനി സൗബഹുമാ ബൈനഹുമാ, എന്നാലോ രണ്ട് കച്ചവടക്കാരും വാങ്ങുന്നവരും, ഇപ്പോ തുണിക്കച്ചവടക്കാരൊക്കെ അല്ലേ, അവർ രണ്ടുപേരും തുണി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? എടുത്തു തരുന്നു. ഫലാ തബായാനിഹി, അവർ രണ്ടുപേർക്കും അത് വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. അങ്ങനെ പീടിയെന്ന് ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് നീട്ടി കാണിച്ചു തരും. കാണിച്ചു തന്ന സാധനം വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല, ലോകം അവസാനിക്കും. മനസ്സിലാ? നിങ്ങൾ നമ്മളിപ്പോ പീടിയലല്ലേ, തുണി നോക്കല്ലേ, ഡേം വെള്ളിയാഴ്ച ഉണ്ടെന്ന് അടിച്ചു തീർന്ന്. അപ്പൊ അത് അള്ളാഹു സമ്മതിക്കൂല, ആ വാങ്ങാനോ വിൽക്കാനോ അവസരം തരൂല. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. വലാ യഫ്തവിയാനിഹി, രണ്ടുപേർക്കും ആ വസ്ത്രം മടക്കി കെട്ടാൻ കഴിയൂല. വലാ തഖൂമന്ന സാ, ലോകം അവസാനിക്കുകയില്ല. വഖദ് ഇൻസറഫ റജുലു ബിലബനിൻ ലഖഹതുഹു, അവൻ ഒരു മനുഷ്യൻ തന്റെ മൃഗത്തെ പാല് കറന്നെടുത്ത് അതുമായി വീട്ടിലേക്ക് പോകാം. ഫലായി യതഅമുഹു, അത് ഭക്ഷിക്കാം, അത് കുടിക്കാം, അത് ആസ്വദിക്കാം കഴിയില്ല. കറന്നെടുത്ത പാല് അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ ലോകം അവസാനിക്കും. പാല് കറന്നുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ലോകം അവസാനിക്കും. അതുപോലെ തന്നെ വല തഖൂമന്ന സാ വഹുവ യലീതു ഹൗലഹു ഫലാ യസ്ഖി ഫീഹി, ഒരു മനുഷ്യൻ തന്റെ കുളം അല്ലെങ്കിൽ കിണർ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം അവസാനിക്കുന്നു. എന്നൊരു തുള്ളി വെള്ളം കുടിക്കാൻ അള്ളാഹു അവസരം കൊടുക്കൂല, അത്ര പെട്ടെന്ന് കേട്ടോ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഒരു മനുഷ്യൻ വല തഖൂമന്ന സാ, ലോകം അവസാനിക്കുക എന്ന് നിലവിൽ വരും. വഖദ് റഫഅ ഉകലതുഹു ഇലാ ഫീഹി, തന്റെ ഭക്ഷണം ഉരുട്ടി വായിലേക്ക് വെക്കുന്നു. പക്ഷേ ഫലായത്തമുഹാദ്, ഇറക്കാൻ അള്ളാഹു അവസരം കൊടുക്കൂല. ഒരു പിടി ചോറ് ഇങ്ങനെ വെള്ളിയാഴ്ച തിന്നുമ്പോളെ ഇറങ്ങൂല എന്ന് പറയാൻ കഴിയില്ല. ഒരു സാധനം വാങ്ങാൻ പോയവൻക്കും വിൽക്കാൻ, അത് നിർത്തിയിട്ടവനും അത് വിൽക്കാനോ വാങ്ങാനോ ബില്ല് എഴുതാനോ കൊണ്ടാകാനോ കഴിയുമെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ അറിയുക അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ലോകം അവസാനിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള അറിവ് അള്ളാഹ്ക്കേ ഉള്ളൂ. മഴ വർഷിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹ്ക്കേ ഉള്ളൂ. അള്ളാഹു ഈ ലോകത്ത് കാണുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹ്ക്ക് അറിയാം. പിന്നെ ഞമ്മക്കൊരറിവുണ്ട്, അതെന്താ? അതും അള്ളാഹ് അറിയിച്ചെന്താ? മഴയെക്കുറിച്ച് അള്ളാഹ് പറയാ വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, മഴ വർഷിക്കുന്നതിന്റെ മുന്നോടിയായി അവന്റെ കാരുണ്യത്തിന്റെ അടയാളമായി പടച്ച തമ്പുരാൻ കാറ്റിനൊന്നുണ്ടായേക്കും. മേഘവും കാറ്റും ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് നല്ല കാറ്റും മേഘവും ഒക്കെ ഉണ്ട്, മഴ വെയ്യും, കുട്ടികളെ തുണിപ്പാക്ക് എടുത്ത് വെച്ചാൽ അത് വൈബിയായ അറിവല്ല. അത് പടച്ച തമ്പുരാൻ അതിൻ്റെതായ ചില അടയാളങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു, മുന്നോടിയായി അയച്ചു തന്നു. എന്നിട്ടല്ല പറയാൻ അങ്ങനെ കാറ്റും
മേഘവുമെല്ലാം കൂട്ടിച്ചേർത്ത് അള്ളാഹു രണ്ടിനെയും കൂട്ടിമുട്ടിച്ചിട്ട് വാൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറാ, ശുദ്ധജലം ആകാശത്ത് അള്ളാഹു കൊണ്ടിറക്കി തരും. അത് പടച്ചവന്റെ പണിയാ. നമ്മളെ കൂടെയില്ല. മഴ പെയ്യാണ്ടെന്നാണ്ടല്ലോ കഥ കഴിഞ്ഞു, എല്ലാ വമ്പത്തരും തീർന്നു. ഒരാളുടെയും അഹങ്കാരത്തിന് ഒരു വിലയില്ല. ഉണ്ടോ? മഴ ആകാശത്ത് പെയ്യുന്നില്ലേ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒന്നും ചെയ്യാൻ കഴിയില്ല. നിലവിളിച്ചാൽ കരിയോ? കരിയാൻ കണ്ണിൽ വെള്ളം ഉണ്ടാവുമോ? ഇല്ല. അറിയുന്നില്ല പടച്ചതമ്പുരാൻ ചെയ്തിരുന്ന അനുഗ്രഹങ്ങൾ. എന്നിട്ടും പടച്ചതമ്പുരാനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ലോകം അവസാനിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല. ഖുർആൻ തന്നെ വീണ്ടും പറയുന്നു, യസ്അലൂനക അനിസ്സാ അയ്യാന മുർസാഹ, ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത് മുഹമ്മദേ നിന്നോട് അവർ ചോദിക്കും. ഖുൽ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അതേക്കുറിച്ചുള്ള അറിവെന്റെ റബ്ബിന് മാത്രമാണ്. ലാ യുജല്ലിഹാ ലി വഖ്തിഹാ ഇല്ലാ ഹുവ, അത് പടച്ചതമ്പുരാൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കൂല. അതിന്റെ സമയം ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കൂല. ഇനിയിപ്പോ ഒരാൾ പറയാണെന്ന് ശാസ്ത്രജ്ഞൻ പറയാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം സൂറത്ത് അൽ അറാഫിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ആർക്കും വെളിവാക്കി കൊടുക്കൂല. അതുപോലെ വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാല ദർറത്തിൻ ഫൽ അർളി വലാ ഫിസ് സമാഇ വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബർ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നു, വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാല ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ അതിസൂക്ഷ്മമായ ഒരു സാധനം പോലും അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് വിട്ടുപോവുകയില്ല. അതായത് ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഏതെങ്കിലും സസൂക്ഷ്മമായ ഒരു വസ്തു പോലും അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് വിട്ടുപോകില്ല. നിങ്ങൾക്ക് നിങ്ങളെ മൂക്കിൽ എത്ര രോമുണ്ട് അറിയോ? 24 മണിക്കൂർ ഇവരാക്കി കൺമശി തേച്ചെടുക്കണ അയന്മേൽ എത്ര പിരികണ്ട് അറിയോ? കണ്ണിന്റെ അടക്കാൻ വേണ്ടി ഉപയോഗിച്ച പോളക്ക് എത്ര ഉണ്ട് എണ്ണിയൊക്കെ ഉണ്ടാ, ഒന്ന് എണ്ണിയൊക്കെ ഉണ്ട്. തായ് മുകളിൽ എത്ര ഉണ്ട് ഒരു വസ്തു അറിയില്ല. പക്ഷെ നമ്മളെ വിചാരം നമുക്കൊക്കെ അറിയാനാ. അറിയാം, അതും അറിയാം, ഇതും അറിയാം. എന്ത് ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല കേട്ടോ. ഒന്നും അറിയില്ല. നമുക്ക് ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവില്ല. ഏതാട്ടെ നമുക്ക് ആർക്കില്ല കേട്ടോ. ഈ ഭരണങ്ങളെ അയക്കേണ്ട മൂപ്പർക്ക് അറിയോ? ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഇരിക്കേ, എനിക്കും അറിയില്ല. ഞാനങ്ങനെ അറിയാം, എനിക്കും അറിയാൻ കഴിയില്ല. അല്ല ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കേ, ഇത് മൂപ്പർക്ക് അറിയില്ല മൂപ്പർക്ക് അറിയുന്നതാണോ പറഞ്ഞുകൊണ്ടിരുന്നത് വിചാരിക്കണ്ട കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തൊക്കെ വിശദീകരിക്കുകയാണ്. ഇലൈഹി യുറദ്ദു ഇൽമു സ്സാ, ഇവിടെ ലോകത്ത് ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്നത് പോലും അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്കാരുടെ എന്ത് വേണം? മാസമുറ തെറ്റണം, വേണ്ടേ? നിങ്ങൾക്കാരുടെ എന്ത് വേണം? മെൻസസ് പീരിയഡ് ടൈം തെറ്റണം, അപ്പോഴല്ല നിങ്ങൾക്കറിയാം. അള്ളാഹ് പറയുന്നത് കേട്ടോ. പടച്ചതമ്പുരാൻ പറയുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇലൈഹി യുറദ്ദു ഇൽമു സ്സാ, ലോകാവസാനത്തിന്റെ അടയാളം അള്ളാഹുലേക്ക് മടക്ക്, അതിന് അള്ളാഹ്ക്കേ കഴിയുള്ളൂ. വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ, കുലയിൽ നിന്ന് ഓരോ പഴങ്ങളും പുറത്തു വരുമ്പോൾ അത് മൂക്കുമോ അത് പഴുക്കുമോ അത് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് അള്ളാഹ്ക്കറിയാം കേട്ടോ. ഒരു കുല പുറത്തേക്ക് വരുമ്പോഴേ അക്മാമ് അത് ഒരു കുല, നമ്മൾ തെങ്ങിന്റെ കൊല എത്ര പൂക്കല നിലത്തുകയില്ലേ, അതൊക്കെ അള്ളാഹുവിന്റെ അറിവോട് വീണതാ. അവിടെ നിന്ന് തേങ്ങായതോ അതും അള്ളാന്റെ അറിവോട്ടാണ്. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല കേട്ടോ. വമാ തുഹ്മിലു മിൻ ഉൻസാ, ഒരു പെണ്ണും ഗർഭം ധരിക്കുന്നില്ല. വലാ തലഉ, ഒരു പെണ്ണും പ്രസവിക്കുന്നുമില്ല. ഇല്ലാ ബിഇൽമിഹി, അള്ളാഹുവിന്റെ അറിവോടുകൂടിയല്ലാതെ. അപ്പോ ഒരു പെണ്ണ് ഗർഭം ധരിച്ചത് അള്ളാഹ് അറിഞ്ഞിന്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വിയാപ്പിളി യാത്ര അറിഞ്ഞിട്ടുള്ളൂ, പക്ഷേ അള്ളാഹു അറിയും കേട്ടാ. ആ പെണ്ണ് പ്രസവിച്ചതറിയാം, ആ പെണ്ണ് ഗർഭം ധരിച്ചത് അള്ളാഹ്ക്കറിയാം, ആ പെണ്ണ് ഗർഭം ധരിച്ച സാധനം എന്തൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ അള്ളാഹ്ക്കറിയാം കേട്ടോ. ഇതല്ലാത്ത ഒരാൾക്കും ഒരറിവും ഇല്ല കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയൊരു പ്രസിദ്ധ പണ്ഡിതനായിരുന്ന ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സന്ദർഭത്തിൽ റാബിയത്തുൽ ഔദിയ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചിരുന്നു. ആ ഭർത്താവ് മരിച്ച റാബിയത്തുൽ ഔദിയെ ഹസൻ ബസ്രി വിവാഹാലോചന അന്വേഷിച്ചു. അപ്പോ ഇന്നത്തെ കാലത്തമാതിരി പെണ്ണുങ്ങൾക്ക് നിലവാരമില്ലാത്ത പെണ്ണുങ്ങൾ അന്നില്ല. 100 ഉറുപ്പിക വാങ്ങിച്ചെണ്ണ. കാരണം നിലവാരമില്ലാണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട്. കാരണം നിങ്ങൾക്കൊരു നിലവാരമില്ലാണ്ടാക്കിയത് നിങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കെട്ടാനും, അതായത് പഴകിയാൽ നിലം തുടക്കാം, കീറിയാൽ വലിച്ചെറിയാം എന്ന നിലവാരത്തിലേക്ക് തരം താഴ്ത്തിയത് നിങ്ങൾ തന്നെയാണ്.
ആർക്ക് വേണമെങ്കിലും. നമ്മളിവിടൊക്കെ മുമ്പൊക്കെ കോഴിക്കോടൊക്കെ അറബി കല്യാണം, കാരണം മുക്കാലിന് ഗതിയില്ല. അറബി എന്താ പറഞ്ഞതെന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും വേണ്ട, അറബി പറഞ്ഞാൽ വേണ്ട, പറഞ്ഞില്ലേലും വേണ്ട, കേട്ടാൽ വേണ്ട, കേട്ടില്ലേലും വേണ്ട, ഭാര്യയായിട്ട് പോവുക. വേറെ ഇപ്പം നിവൃത്തിയൊന്നുമില്ല. അല്ല, ആ അവസ്ഥയിലല്ലായിരുന്നു നമ്മളുടെ അവസ്ഥ ഉണ്ടായിരുന്നു. എത്രയോ ആളുകൾ ഒരുപാട് അറബികൾ ഇവിടെ വന്ന് വിവാഹം കഴിക്കും. കാരണം ഇവിടെ നമുക്ക് അവിടെ ഓൽക്ക് സീതനം നമുക്ക് ഓല് അങ്ങോട്ട് കൊടുക്കണല്ലോ. പുരുഷൻ സ്ത്രീത്രം വേണമെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് കൊടുക്കണം. അതാണ് അറബിയുടെ സ്വഭാവം, അതാണ് ഇസ്ലാം. അങ്ങനെയാണ് ഇസ്ലാമിൽ പറഞ്ഞതും. പുരുഷനെ അങ്ങോട്ട് എല്ലാ കാര്യം പുരുഷൻ ചെയ്തോളണം കേട്ടോ. ഇത് നമ്മളെങ്ങനെയാ വെച്ചാൽ പിയാപ്പളിനെയും പിയാപ്പളിന്റെ വീട്ടുകാരെയും എങ്ങനെ തൊക്കാൻ കഴിയും, അതിനുള്ള ഏതെല്ലാം കോഴി ഉണ്ടാക്കാൻ കഴിയും. ഓൽക്ക് കോയിനിട്ട് കൊടുക്കണം, കോഴിക്ക് പറ്റിട്ട് കൊടുത്താൽ മതി. പിയാപ്പളിന്റെ ആളുകൾക്ക് കോയിനൊക്കെ ഇട്ട് കൊടുക്കണം. പല ജാതിയിലും തവാഫ് കോയി, സുജൂദ് കോയി, റുക്കൂ കോയി, ഈത്തിദാൽ കോയി, അത്തയ്യാത്ത് കോയി, എല്ലാം ഇപ്പൊ ഇബാദത്തിലുള്ള കോയി നടക്കുന്നത്. എല്ലാ കോയും. കാരണം ഗൾഫിലൊക്കെ പറ്റുള്ളൂ, അവിടെ ഉണ്ട് തവാഫ് കോയി അല്ലേ. അപ്പൊ ബാക്കിയുള്ള കോയൊക്കെ ഇവിടെ ഇല്ലേ? എന്ത് ഇവിടെ എല്ലാവരും ഉണ്ടാക്കുക. കാരണം ഈ പിയാപ്പളിന്റെ വീട്ടുകാരെയും നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഓരൊക്കെ നല്ല ഒരു തിന്നാവുൽ ഇസ്ലാം കമ്മിറ്റി മെമ്പർമാരാണ്. ഒന്ന്. രണ്ടാമത്തത് ഉളുപ്പും മാനും ഇല്ലാണ്ട് തിന്നാൻ ഉണ്ടാക്കാനും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് ഓലൊക്കെ സോപ്പിട്ട് എന്റെ മോളെങ്ങനെ ഒന്ന് അങ്ങനെ സോപ്പിട്ട് കൊണ്ടേ നിൽക്കണം. അങ്ങനെ ധാരണ നമുക്കില്ലേ? ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്, സ്ത്രീകളെ സംബന്ധിച്ചോളം വലിയ നിലവാരമില്ലാണ്ടാക്കിയതിൽ വലിയ പങ്ക് വഹിച്ച് നമ്മൾ തന്നെയാണ്. ഞാൻ പറയാൻ പോകുന്ന ചരിത്രത്തിൽ റാബിയത്തുൽ ഔദിയ എന്ന് പറഞ്ഞ ഭർത്താവ് മരിച്ച പെണ്ണിനെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ല അവരെ വിവാഹം ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ 5 ചോദ്യം ചോദിക്കും, അത് നിങ്ങൾ ഉത്തരം പറയണം, എന്നാലേ ഞാൻ വധുവായി ജീവിക്കാൻ നിങ്ങളെ കൂടെ ഭാര്യയായി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. 5 കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. ആ 5 കാര്യം. ഒന്ന്, അവർ ചോദിച്ചു, എന്ത്, ഞാൻ മരിക്കുകയാണെങ്കിൽ കാഫറായിട്ട് മരിക്കോ മുസ്ലിമായി മരിക്കോ? അങ്ങനെ ഞാൻ ഈ റാബിയത്തുൽ ഔദിയ മരിക്കുകയാണെങ്കിൽ കാഫറായിട്ടാണോ മരിക്കുക, നിങ്ങളെങ്ങനെയാ മരിക്കുക വെച്ചപ്പോൾ നിങ്ങളെങ്ങനെ പറയും? നിങ്ങളെന്ത് പറയും? ആ മുസ്ലിമായി തന്നെ മരിക്കും. അറിയാൻ പറ്റുമോ? അദൃശ്യമായ അറിവല്ലത്, അദൃശ്യമായ അറിവല്ലേ അത്? അറിയാൻ കഴിയില്ല. കാരണം നിങ്ങൾ എന്നാ ക്രിസ്ത്യാനി ആകാന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് ഒരു ക്രിസ്ത്യാനി നിങ്ങളോട് ലോകി അടിക്കാന്നറിയില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ക്രിസ്ത്യാനിന്റെ കൂടെ പോകും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോ ഏതായിരുന്നാലും അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നേരം വെളുക്കുമ്പോൾ ചിലർ മുസ്ലിം ആയിരിക്കും, യുസ്ബിഹു മൂമിനൻ വയംസി കാഫിറൻ, കാഫറാവും. അത് പറയാൻ കഴിയില്ല. അപ്പോ ഞാൻ മുസ്ലിമായിട്ടാണോ കാഫറായിട്ടാണോ മരിക്കുക? റാബിയത്തുൽ ഔദിയന്റെ ചോദ്യം. ഉത്തരം അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലഗൈബ്, പടച്ചോനാണ് സത്യം, അത് ഗൈബാണ്. നീ ചോദിച്ച ഉത്തരം പറയാൻ കഴിയില്ല, എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നീ ചോദിച്ച ചോദ്യം ഉത്തരം അത് പറയാൻ കഴിയില്ല. അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചു, ഖബറിലെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ ഇല്ലേ? ഖബറിലെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയൂല്ലേ? ഹസൻ ബസ്രി പറഞ്ഞു, വല്ലാഹി മാ അദ്രി ഇന്നഹു ലഗൈബ്, അല്ലാഹുവാണ് സത്യം, എനിക്കറിയില്ല, അത് ഗൈബിയായ അറിവാണ്, അത് അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിന്നാർ, ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും മറുവിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ അല്ലാഹു എന്നെ എവിടേക്ക് കൊണ്ടുപോകും? ഹലാക്കിന്റെ ചോദ്യങ്ങളാണ്. അതിനും അദ്ദേഹം മറുപടി പറഞ്ഞു, വല്ലാഹി മാ അദ്രി ഇന്നഹു ലഗൈബ്, പടച്ചോനാണ് സത്യം, അത് ഗൈബാണ്, എനിക്കറിയില്ല. അപ്പോ വലിയ പണ്ഡിതനോടാട്ടോ ചോദിക്കുന്നത്. അത് നിങ്ങൾ അറിയണം. സാധാരണ ഒരു ലോക്കൽ പണ്ഡിതനോടാണെങ്കിൽ സ്വർഗത്തിലാവുമെന്ന് ചോദിച്ചാൽ നമ്മളെന്തോരോട്, സ്വർഗത്തിൽ എന്റെ അമലനുസരിച്ച് ആകുന്ന എന്റെ അഭിപ്രായം, കാരണം എന്റെ അമ്മ അങ്ങനത്തെ ആളാണല്ലോ, അങ്ങനൊക്കെ നമ്മളോട് വരിക. പക്ഷേ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞത് അത് അദൃശ്യമാണ്, അറിയില്ല. അപ്പൊ അവരുടെ ചോദ്യം അടുത്തത്, പരലോകത്തിന്റെ കർമ്മരേഖ അല്ലാഹു വലത് കൈ തരുമോ ഇടത് കൈ തരുമോ? ഉത്തരം പറയണം. അവർ പറഞ്ഞു, പണ്ഡിതൻ പറഞ്ഞു, വല്ലാഹി ലാ അദ്രി ഇന്നഹു ലഗൈബ്, അത് ഗൈബാണ്, എനിക്കറിയില്ല, പറയാൻ കഴിയില്ല. അപ്പോ അദൃശ്യമായ കാര്യങ്ങൾ പറയാനേ കഴിയില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരിക്കൽ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ അവര് ഉസ്മാൻ ഇബ്നു മൽഊനെ മരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കാണാൻ വന്നപ്പം, അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ആനയിച്ചിരിക്കുന്നു,
പടച്ചതമ്പുരാൻ നിങ്ങളെ അക്രമക്കല്ല, അള്ളാഹു താങ്കളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ സന്തോഷം കൊണ്ട് പറഞ്ഞു. ആരാ മരിച്ചാള്? ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നബിയുടെ തോഴൻ. മരിച്ചിട്ട് അങ്ങ് സൗഭാഗ്യവാനാണ്, സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് ആരാ പറയുന്നത്? അൻസാരി വനിത ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ നാവുന്ന് വിട്ടുപോയതാ. റസൂലുള്ളാഹി തിരിഞ്ഞിട്ട് നോക്കി, വമാ യുദ്രീക്, എവിടുന്ന് വിവരം കിട്ടി ഈ വിവരം? ഇങ്ങനത്തെ വർത്താനം പറയാൻ എനിക്ക് എവിടുന്ന് വിവരം കിട്ടി? റസൂലുള്ളാഹിന്റെ മുഖം ചെഞ്ചിമ പൂണ്ടു, നബിയുടെ മുഖം വിവർണമായി. എന്നിട്ട് പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, സ്വർഗത്തിലാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അറിയില്ല എനിക്ക് പോലും എന്റെ സ്ഥിതി നാളെ എന്താണെന്ന്. നമ്മളാണെങ്കിൽ ആരെപ്പറ്റും പറയും, ഓനൊക്കെ സ്വർഗത്തിലേക്കല്ലേ, ഓർക്കൊക്കെ സ്വർഗത്തിലെല്ലാം പോകാൻ കഴിയും. സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകാൻ വണ്ടി എടുത്ത് പോവല്ലേ, 4:45 പൈസ ഇട്ടുകൊണ്ട് പോയാക്കണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഏർപ്പാടല്ല, ഇടപാടല്ല അള്ളാന്റേത്. ഇത് അള്ളാന്റെ ഇടപാട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിയും, ഒരു സെക്കൻഡ് കൊണ്ട് കഴിയും പണി കേട്ടോ. മരണാണെങ്കിലും അങ്ങനെ തന്നെ. ചിലവരെ മരിപ്പിക്കൂല അള്ളാ, ശുയൂഹായിട്ട് വൃദ്ധന്മാരാക്കി ഇവിടെ നിർത്തിയിട്ട് കിടന്നോട്ടെന്ന് കാട്ടിച്ച് മൂത്രിച്ച് അത് ചുമരുമലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹു അത് കാണിച്ചു കൊടുക്കും ചെയ്തതിനത്രം. അപ്പോഴാ വിവരം അറിയാം. അപ്പൊ പഴയതും പുതിയതും ഇങ്ങനെ കിടന്നിട്ട് മെസ്സേജ് വന്നുകൊണ്ടേ നിൽക്കും കേട്ടോ. ഇതൊക്കെ എന്തിനു വേണ്ടി? എറുമ്പല്ലല്ലോ കഴുത്ത് പിടിച്ച് ഞെരുക്കി കൊല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് പടച്ചു തമ്പുരാൻ ചെയ്യുന്ന ഒരുപാട് പണികളിൽ ഒന്നാണത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പരലോകത്ത് ചോദ്യം ചെയ്യുന്നു. എന്താ ചോദ്യം? ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് നിങ്ങൾ ചോദിക്കണം, പറയണം. സൂറത്തുൽ മാഇദയിലെ ആയത്താണിത്. അള്ളാഹു സൂറത്തുൽ മാഇദയിൽ ഈസാ നബിയെ ചോദ്യം ചെയ്യുന്നത് കണ്ടോ? വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അന്നെ എന്റെ ഉമ്മാനും പടച്ചോനെ കൂടാണ്ട് ആരാധ്യന്മാരായി അവർ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി നീ ആ ജനതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈസേ ചോദ്യം. ഉത്തരം ഖാല, ഈസാ നബി പറയുന്നു, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. അപ്പോ നിങ്ങൾ ചോദിക്കും, അള്ളാഹ്ക്ക് അറിയില്ലായിരുന്നോ ഈസ അത് പറഞ്ഞിട്ടില്ലാന്ന്? ഈസാ നബി പറഞ്ഞ കാര്യം അള്ളാഹ്ക്ക് അറിയില്ല. എന്തിനാ അള്ളാഹു ഈസാ നബിനോട് ചോദിച്ചതെന്ന് ചോദ്യം വേണ്ട. കാരണം അള്ളാഹു ഈസാ നബി എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്ന് സ്വയം സമ്മതിപ്പിക്കുകയാണ്. അല്ലെ? പല കാര്യങ്ങളും നമുക്കറിയാം, പക്ഷെ നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യും? സമ്മതിപ്പിക്കും. നീ പറയും, എന്റെ നാവോണ്ട് പറയും എന്നൊക്കെ പറയില്ലേ? അതുപോലെ ഈസാ നബിനെ കൊണ്ട്, ഈസാ നബിയോട് അള്ളാഹു പറഞ്ഞു, എന്റെ നാവോണ്ട് പറയും എന്താ സംഭവിച്ചത്? നീ പറഞ്ഞിട്ടാണോ അവർ നിന്നെ ആരാധിച്ചത്? നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ നിൽക്കുന്നു? ഇങ്ങനൊക്കെ കണ്ടില്ലേ? എന്താ അങ്ങനെയൊക്കെ? എല്ലാരെ പാപവാരും കയറിയിട്ട് മൂപ്പര് നിൽക്കുകയാണല്ലോ. എന്നിട്ട് ഇനി എല്ലാ കാര്യവും ആരോട് പറഞ്ഞാൽ മതി? മൂപ്പരോട് പറഞ്ഞാൽ മതി. ഇത് അതിവിടെ കുരിശുപള്ളി എന്നൊരു പള്ളിയുണ്ട്. അവിടെ കല്യാണം നടക്കാത്ത ആളുകൾക്ക് ആണിനും പെണ്ണിനും കല്യാണം നടക്കും അവിടെ മെഴുകുതിരി കത്തിച്ചാൽ. അപ്പൊ എന്തായാലും ട്രിക്ക് മനസ്സിലായോ? അപ്പൊ കല്യാണം കഴിക്കാത്ത അവിടെ വരുന്നവരൊക്കെ മെഴുകുതിരി കത്തിക്കാൻ വരുന്നവരൊക്കെ അപ്പൊ 2 ഭാഗത്ത് കത്തിക്കുമ്പോ ഇവൾക്കും കല്യാണം ആയില്ലല്ലേ, അപ്പൊ എനിക്കും ആയില്ലല്ലേ, ഇവളെവിടെയാണ്? അവിടെ അല്ലേ. അതാ കല്യാണം നടക്കുന്ന കാരണം. ഒരു സ്ഥലത്ത് തന്നെ വന്ന് മെഴുകുതിരി കത്തിക്കുമ്പോ ഉണ്ടാവും. അവനവന് പറ്റിയത് തരിയാലോ. എല്ലാ വെള്ളിയാഴ്ച ആൾക്കാരോടെ നിൽക്കും. അതാ സംഭവം. അപ്പൊ കുരിശുപള്ളിയുടെ അവിടെ നടക്കുന്നതാ. അപ്പൊ ഏതാട്ടെ, നമ്മൾ വിശദീകരിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരുടെയും പാപഭാരം ഏറ്റെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പാപം ചെയ്തവരെ, ഭാരം വഹിപ്പവരെ വരുവിൻ എന്റെ അരികിൽ. ആരടുത്തേക്ക്? മൂപ്പരത്തേക്ക്. അങ്ങനെ ഈ പറഞ്ഞിരുന്നോളാം. അപ്പൊ ചോദ്യം, ഇവരിപ്പോ രാവിലെ പാടുന്നില്ലേ, ഞായറാഴ്ച തന്ന് ചർച്ചന്ന് കേട്ടില്ലേ? ഭാരം വഹിപ്പവരെ, പാപം ചെയ്തവരെ വരുവിൻ എന്റെ അരികിൽ. ഒരു മൂപ്പരത്തേക്കല്ലേ? അതാണല്ലോ കുമ്പസാരക്കൂട്ട് കയറിയിട്ട് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അച്ഛനോട് എന്ത് ചെയ്യുക? പറയാ. അതുകൊണ്ട് ഉണ്ടായതാ, അത് ഇവിടെ ഉണ്ടായതാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഷീമോൻ എന്ന് പറയുന്ന ആളുടെ ഒരു ബർത്ത്ഡേ കഴിക്കാൻ വേണ്ടി പോയി. ആണ് ബർത്ത്ഡേ ഉണ്ടാകുന്നത്. എല്ലാ ഉൽമും പോലെ ഉണ്ടാക്കുക. അപ്പൊ ബർത്ത്ഡേ കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇല്ലേ? അത് തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷീമോന്റെ ബർത്ത്ഡേക്ക് ഈസാ നബി പോയി. ഈസാ നബി എന്ന് പറഞ്ഞുകൂടാ, യേശു പോയി. അവരുടെ ഭാഷയിലാണ്. മഖ്നൽ മറിയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം പോകുന്നതും അദ്ദേഹത്തിന് ഊട്ടുന്നതും അദ്ദേഹത്തിന് വീശിക്കൊടുക്കുന്നതും ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അക്കൂട്ടത്തിൽ പെട്ടെന്നൊരു വേശ്യാപുത്രിയായ മറിയം എന്ന് പറയുന്ന ഒരു പെണ്ണ് യേശുവിന്റെ കാൽക്കൽ വീണ് കണ്ണീര് കൊണ്ട് കാലേകി. അത്രമാത്രം കണ്ണീരുണ്ടാവും ആളുകൾക്ക്. ആയിക്കോട്ടെ, കണ്ണീര് കൊണ്ട് കാലേകി. എന്നിട്ട് മുടിയെടുത്ത് തുടച്ചു കൊടുത്ത്. മുടി തന്നെ തുടച്ചാ പോകാത്തതായ സാധന.
ഒരു വെള്ളം അയിമ അതുകൊണ്ട് തുടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തുടച്ചെന്നാണ് പറയുന്നത്. കാർക്കൂന്തൽ കൊണ്ട് മുടി കാലൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി. നിങ്ങളിട്ടില്ലേ പല അല്ലല്ലാത്ത സ്ഥലങ്ങളിലും കാലുകലും അതിന്റെ വെള്ളത്തിലേക്ക് ഇതാക്കലും ഒക്കെ കാണാം. അതൊക്കെ ദിമെന്നുണ്ടായതാ. അപ്പൊ അങ്ങനെ ചെന്നപ്പോ മൂപ്പര് പറഞ്ഞു മറിയം ബീവിനോട്, പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം വേടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ. പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം വെടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ. നീ ഉൾക്കൊണ്ട വിശ്വാസം ഉണ്ടല്ലോ അതെന്നെ കാത്തിട്ടുണ്ട്. നീ പൊയ്ക്കോ, നീ ഒരു വേജാറും വേണ്ട, അന്റെ എല്ലാം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അവര് ഏറ്റെടുത്തതുകൊണ്ടാണ് ഇപ്പൊ എന്താക്കുന്നത്, ആര് തെറ്റ് ചെയ്താലും അച്ഛന്റെ കുമ്പസാരത്തെ കൂട്ട് കയറിയിട്ട് രഹസ്യമായിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛാ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അച്ഛനക്ക് നമുക്കും കൂടി ഒന്നും ചെയ്താലോ? അല്ല, അതാണല്ലോ അച്ഛനക്ക് തോന്നുക. കാരണം ഒരാളെ രഹസ്യം അറിഞ്ഞാൽ സ്വാഭാവികം എന്താ ഉണ്ടായാലും, ഇവിടെ രഹസ്യം അറിഞ്ഞാലൊക്കെ അതിലാക്കി പ്രചരിപ്പിച്ചു ഇതിലാക്കി പ്രചരിപ്പിച്ചു പല ജാതി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന നാടാണ്. അപ്പൊ അക്കണക്കിന് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താവും അച്ഛൻ. അത് നമുക്കറിയാലപ്പോ ഓരോ അച്ഛന്മാരെ കാര്യങ്ങളോ നമ്മൾ കേൾക്കേണ്ട, അതിലേക്കൊന്നും നമ്മൾ കിടക്കേണ്ട വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിലേക്ക് വിട്ടേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നാളെ പരലോകം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരെന്താ വിചാരിച്ചത്, ഇവരിങ്ങനെ ഒരു കുരിശും വരച്ചിട്ട് ആരെങ്കിലും കുരിശ് തലേക്ക് ഇട്ടാക്കോ? അപ്പൊ ഇനിയിപ്പോ ഈസാ നബിനെ കുരിശ് തറച്ച് കൊന്നതാന്ന് നിൽക്കുക, എന്നാൽ തന്നെ ആരെങ്കിലും അത് കഴുത്ത് കെട്ടിവിടെടുക്കോ? ആലോചിച്ച് നോക്കി, നിങ്ങൾ കഴുത്ത് കെട്ടിവിടെടുക്കോ? നിങ്ങളെ വാപ്പാനൊരാൾ കത്തി എടുത്ത് കൊന്ന് ആ കത്തി കൗത്ത് കെട്ടിയെടുക്കും ആരെങ്കിലും നടക്കോ? ഇല്ല. ഇവര് കണ്ടില്ല നിങ്ങൾ കുരിശേറ്റ് കിടക്കുന്നത് എന്തുകൊണ്ടാ? ഓലെ പടച്ചോനെ കൊന്ന സാധനം ഓൽക്ക് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി നടക്കുക ഒരു കുരിശ്. ഏതാട്ടെ, ആ വിഭാഗം ആളുകളോട് പ്രവാചകനായ ഈസാ നബിയോട് അള്ളാഹു ചോദിക്കുന്നു, അന്റെയും അന്റെ അമ്മാനെയൊക്കെ മറിയം ബീവിനെ അന്യൊക്കെ ആരാധിച്ചോളാം നീ പറഞ്ഞിരുന്നോ? കാല, ഈസാ നബി പറയുന്നു, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. മാ യകൂനു ലി അൻ അഖൂല, അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. മാ ലൈസ ലീ ബിഹഖ്, എനിക്ക് സത്യമല്ലാത്തൊന്നും പറയാൻ പറ്റില്ല. ഇൻ കുൻത ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കറിയാമല്ലോ പടച്ചവനെ. കാരണം തഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിലുള്ളത് നീ അറിയും. വലാ അഅലമു മാ ഫീ നഫ്സിക, എന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ രഹസ്യങ്ങളുടെ കലവറ അറിയുന്ന ആളാണ്. അത് അല്ലാഹുക്ക് മാത്രമാണ്. ആ അദൃശ്യങ്ങളൊക്കെ ആർക്കേ അറിയുള്ളൂ. ഒരു പ്രവാചകൻ അറിയില്ല എന്നാ പറയുന്നത്, എനിക്ക് അറിയില്ല എന്നാ പ്രവാചകൻ പറയുന്നത്. നമ്മളവിടെ നടക്കണല്ല, തങ്ങളും ബീവിയും പറഞ്ഞു എനിക്കറിയാം, അങ്ങോട്ട് പോരി, ഞാൻ പറഞ്ഞുതരാ. നിങ്ങളെ മോൻ ഗൾഫ് പോകൂലേ, ഞാൻ പറഞ്ഞുതരാ. പൊരണ്ടാക്കോ ഉണ്ടാവില്ലേ, ഞാൻ പറഞ്ഞുതരാം. ഈ കണക്ക് നോക്കണോന് നെല്ലിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു പൊരണ്ടാക്കാൻ വേണ്ടി പോയാൽ പൊരണ്ടാവൂല്ലേ ഉള്ള പൈസ ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ. പൈസ ഉണ്ടെങ്കിൽ അള്ളാന്റെ തഖ്ദീറും അള്ളാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതല്ലേ വേണ്ടത്. അതിന് പകരം തങ്ങളെടുത്ത് പോവുക. അപ്പൊ തങ്ങളെന്ത് ചെയ്തറിയോ, ഏകദേശം തങ്ങളെ കുറെ സിംഗിടികൾ പുറത്തുണ്ടാവും ഈ ഇതിന്റെ ഒക്കെ ആൾക്കാരെ. അപ്പൊ എന്തെങ്കിലും വന്ന് നിങ്ങളെവിടുന്ന, ഞാൻ വടകരയെന്ന്, അയ്യോ ഞാൻ കക്കെട്ടുന്ന്. അപ്പൊ നിങ്ങളോ, ഞാൻ കല്ലിക്കണ്ടിന്ന്. അപ്പൊ നിങ്ങളെന്തിനാ? ഞാൻ വന്നത് നമുക്ക് ഒരു പൊര ഉണ്ടാവില്ല എന്ന് അറിയാനാ. നിങ്ങൾക്ക് എന്താ പണി? ഞാൻ ഗൾഫിലെന്താ? ഗൾഫിൽ എനിക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഈ വിവരം കിട്ടിയവനെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. കള്ളി ഷർട്ട് ഇട്ടവനക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഓന് ഇവിടെ അങ്ങനെ എല്ലാവരും എടുത്ത് കുത്തിട്ട് ഏകദേശം ഐഡിയ അറിഞ്ഞ ശേഷം ഈ വിവരം. അപ്പം കള്ളി ഷർട്ട് അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓ ഗൾഫിലാടോ സൂപ്പർ മാർക്കറ്റ്. വേറൊരുത്തം വന്നിന്ന് ഓനും പൊരണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഓന് ഇട്ടിരിക്കുന്നത് വെള്ള ഷർട്ടാണ്. അപ്പൊ ഓന് ഉള്ളത് ദുബായിലാണ്. ദുബായിൽ ഓനക്ക് ബലദിയിൽ മുനിസിപ്പാലിറ്റിയിലാണ് പണി. ചെറിയ പൈസ ഉള്ളൂ. അങ്ങനെ പെട്ടെന്നൊന്നും പൊരണ്ടാവില്ല. അത് പറഞ്ഞിട്ട് വേണ്ടി വിവരം അവിടെ വിവരം കൊടുക്കും. എല്ലാ സ്ഥലങ്ങളും നടക്കണ്ട. പിന്നെ വേറൊരുത്തം ഓനക്ക് എന്താ പണി? എനിക്ക് കരലക്ക വണ്ടി എന്താണ് പണി. എന്റെ കരലക്ക വണ്ടി ഒന്നും സൂപ്പർ മാർക്കറ്റ് ആക്കാൻ പറ്റൂല്ല എന്നാണ് പറയേണ്ടത്. അത് അറിയണോ? ഇത് അറിയാൻ വേണ്ടി വന്ന് ഇയാളെ പണി എന്താ അറിയോ? നമ്മളുടെ ഒക്കെ അറിഞ്ഞിട്ട് വേണം അയാൾക്ക് ജീവിക്കാൻ. നമ്മളെ പൈസ കിട്ടിയിട്ട് വേണം അയാൾക്ക് ജീവിക്കാൻ. അത് വേറൊരു വശ. അതടക്കട്ടെ. അപ്പോ ഈ മനുഷ്യന്മാരോട് അപ്പൊ ആദ്യം വന്നോണ്ടല്ലോ വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ ദുബൈക്കാരന്, ഓനും നെല്ലിന്റെ ഒരു പാത്രം വെക്കും. ആ നെല്ലിലേക്ക് ഒരു ഉറുപ്പ്യ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റടല്ല ഇട്ടാൽ ഉറുപ്പ്യ നെല്ലിലേക്ക് വീണാൽ എങ്ങനെണ്ടാവും? താന്നു പോകൂലേ? താന്നു പോകും. താന്നു പോയാൽ പൊരണ്ടാവും ഉറുപ്പ്യ കാണുന്നില്ലെങ്കിൽ. അതെങ്ങനെയായിട്ട് അതേ കുത്തനിടും. നീ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ദുബായ്ക്കാരില്ലേ, ഓൻ്റെ ഒന്ന് മലത്തിക്കാൾ ഇടുമ്പോ അപ്പൊ ഇങ്ങനെ തന്നെ പോകും. ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവില്ല. അതിനെ കൊണ്ട് കേൾക്കാറുണ്ട കേട്ടോ. അപ്പൊ കണക്കോക്കിയല്ലോ.
എന്നിട്ട് അതിനൊക്കെ എല്ലാത്തിന്റെ വയ്യിലും പെണ്ണുങ്ങളെല്ലാ സ്ഥലത്തും അധികം ഉണ്ടാകുക. കാരണം എന്താ വെച്ചാൽ ഈ പെണ്ണുങ്ങൾക്ക് അകും പുറവും അറിയില്ല, മുന്നും പിന്നും അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. എവിടെ എന്തൊക്കെ ഇതെല്ലാം കേട്ടിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോ ഭാവി ഫലം പ്രഖ്യാപിക്കുന്നു, വരൂ വരൂ. അപ്പൊ അവിടെ നോക്കും, ഭാവി ഒന്ന് ചോദിക്കണോ? നമ്മളെ പുരയിൽ നമ്മളെ മോളെ നസീമന്റെ ഒന്ന് നോക്കിയാലോ? നസീമന്റെ അതില്ലേ കണക്കൊക്കെ നോക്കാൻ വരും, തത്തനായിട്ടൊക്കെ പെണ്ണുങ്ങൾ വരും. അപ്പോഴൊക്കെ ചില അമ്മായിമാരും അറിയാം എന്റെ അയ്യ കാണിച്ചു കൊടുക്കുന്നു. അമ്മായിമന്റെ കാണിക്കില്ല, കാരണം അമ്മായിമന്റെ പറയാനുള്ളതൊക്കെ തോന്നിയാസായിരിക്കും. അപ്പൊ അത് അമ്മായിമക്ക് പേടി ഉണ്ടാവും, ഇതൊക്കെ അറിയോ എന്നുള്ളവർക്ക്. അപ്പൊ മരോൾഡ് കാണിക്കും, കാരണം മരോൾഡ് അറിയാം അമ്മായിമക്ക് പൂതി ഉണ്ടാവും. ഇതറിയോ? അറിയില്ല. ഈ കൈ നോക്കിയിട്ട് പറയാൻ കഴിയോ? ഇല്ല. മുഖലക്ഷണം നോക്കിയിട്ടും കൈ നോക്കിയിട്ടും പറയാം, ദുഃഖമുള്ളവർക്ക് ദുഃഖം ഉണ്ടെന്ന് പറയാം അല്ലെ. വയറേനുള്ള ഒരാളുടെ മുഖം കണ്ടാ അറിയാം അല്ലെ, ഇങ്ങനെ കയ്യും വെച്ചിട്ട് നിൽക്കുന്ന കണ്ടാ അറിയാം. ഇങ്ങനെ നിൽക്കുന്നവരെ കണ്ടാലോ വയറേന അറിയോ? ഇല്ല. ഊരവേന അറിയില്ലേ? ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഭയങ്കര തലവേന എന്ന് അറിയില്ലേ? ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ എന്തോ ഒരു പ്രശ്നം വയറിനുണ്ട് അല്ലേ? ഇനി ഒരാൾ ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊന്നും വൈദിക അറിവല്ല, അതൊക്കെ അതിൻ്റെതായ കാരണങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരാൾക്ക് പല്ലുണ്ടല്ലോ, ഇങ്ങനെ ആക്കുണ്ടെങ്കിൽ പല്ലേരാന്ന് വെച്ചാലേ അതിനിപ്പോ വൈദിക അറിവാണോ? ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടാ. നിങ്ങളെ പുരയിൽ വന്നാൽ കണക്ക് നോക്കണവര് വന്നാൽ നിങ്ങൾ തിരുമ്പിട്ട ഡ്രസ്സൊക്കെ നോക്കും, ഇവരൊക്കെ ഗൾഫിലുള്ളതാണോ അല്ലെന്ന് അവിടുന്ന് തന്നെ മനസ്സിലാവും. അത് ഷെഡി വരെ അതായിരിക്കുമല്ലോ, അപ്പൊ അത് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഭർത്താവ് ഗൾഫിലാണില്ലേ, അല്ലെങ്കിൽ മോനെ ഗൾഫിലാണില്ലേ, അല്ലെങ്കിൽ ആങ്ങളെ ഗൾഫിലാണില്ലേ, മൂന്നിലധികം ഒന്നായിരിക്കും, ഇപ്പൊ ഉറപ്പാണല്ലോ. അപ്പൊ ആ തള്ള കണ്ടോ വന്ന ഉടനെ അത് പറഞ്ഞു, അത് തിരുമ്പിട്ടെന്ന് പറഞ്ഞതാ. അപ്പൊ അദൃശ്യം അറിയുക എന്നുള്ളത് വെറും തരികിട തട്ടിപ്പ് നമ്പറാ. പടച്ചോനല്ലാത്ത ഒരാൾക്കും അതിന് കഴിയില്ല. എന്തല്ലാഹു പറയുന്നത് നോക്കിക്കോ, മനുഷ്യരെ അല്ലാഹു അങ്ങനത്തെ വൈദിയായ അറിവ് അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നു സൂറത്ത് ആൽ ഇംറാൻ കേട്ടോ, വമാ കാനല്ലാഹു ലിയുത്ലിയകും അലൽ ഗൈബ്, അല്ലാഹു അദൃശ്യജ്ഞാനം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. വലാകിന്നല്ലാഹ യജ്തബി മിൻ റുസുലിഹി മൻ യശാ, ചിലപ്പോൾ ചില പ്രവാചകന്മാർക്ക് അല്ലാഹു അത് അറിയിച്ചു കൊടുക്കും, വെളിവാക്കി കൊടുക്കും, അപ്പം മാത്രം അറിയും. ഇപ്പോ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കഥ ഒന്നും പരത്തി പറയില്ല, നിങ്ങൾക്കറിയാം മുഹമ്മദ് നബിയുടെ ഭാര്യ ആയിഷ ബീവിയെ സംബന്ധിച്ചൊരു ആരോപണം ഉണ്ടായി. ആരോപണം ഉണ്ടായപ്പോൾ അത് അദൃശ്യമാണ്, അറിയില്ല, സംഭവം എന്താണെന്ന് നബിക്കറിയില്ല. മുസ്ലിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യം, അതും പ്രവാചകന്റെ ഭാര്യ. അതുകൊണ്ട് മുനാഫിക്കുകളായ മുസ്ലിങ്ങളായ ആളുകൾ അത് പ്രചരിപ്പിച്ചു. ഒരുപാട് ബുദ്ധിമുട്ട് നബി അതിന്റെ പേരിൽ അനുഭവിച്ചു. 40 ദിവസത്തോളം നബി ആയിഷാബിയോട് മിണ്ടിയിട്ടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഭാര്യയോട് മിണ്ടാതിരിക്കുക എന്ന ഒരു ഏർപ്പാട് നടത്താത്ത പ്രവാചകൻ 40 ദിവസം മിണ്ടിയില്ല. അതിന്റെയൊക്കെ കാരണങ്ങൾ, തെളിവുകൾ മുഴുവനും ആയിഷാബിക്കെതിരുമാണ്. കാരണം മാല പോയാൽ ഭർത്താവിനോട് വന്നിട്ട് തിരയുന്നതിന് പകരം അതൊന്നും പറയാതെ അന്വേഷിക്കാൻ പോയതൊക്കെ തെറ്റായിട്ട് അവർ അത് വിശദീകരിച്ചു. റസൂലുള്ളാഹിക്കും അത് തന്നെയാണ് ശരിയാന്ന് തോന്നി. ആ വ്യഭിചാര ആരോപണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. അബൂബക്കർ സിദ്ദീഖിനെ പറ്റി ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെല്ലാം മാറുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ അതിന്റെ പേരിൽ നബിയും സഹാബത്തും അനുഭവിച്ചു. മുനാഫിക്കുകൾക്കും ജൂതന്മാർക്കും വലിയ സന്തോഷമായി. മുഹമ്മദ് നബിയെ കുറിച്ച് ഇങ്ങനെ ഒരു വിവരം കിട്ടിയല്ലോ, ആ ഒരു അവസ്ഥ കൊണ്ട് പ്രചരിപ്പിച്ചു നാട്ടിൽ മുഴുവൻ. 40 ദിവസം കഴിഞ്ഞപ്പോൾ അല്ലാഹ് ഇറക്കി ഒരായത്ത്, ഇന്നല്ലദിന ജാഊ ബിൽഇഫ്കി ഉസ്ബത്തും മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളാണ് ആയിഷാബിയുടെ പേരിൽ ഈ ദുരാരോപണം പറഞ്ഞുണ്ടാക്കിയെന്നുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങേണ്ടി വന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ കുറ്റക്കാരിയല്ല എന്നറിയാൻ. അപ്പൊ അല്ലാഹ് വെളിവാക്കുക. അല്ലാഹ് വെളിവാക്കിയാലേ അറിയൂ, അല്ലെങ്കിൽ അറിയില്ല കേട്ടോ. അള്ളാഹു വെളിവാക്കി കൊടുക്കും. അത് ഖുർആൻ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്ത്? ചില പ്രവാചകന്മാർക്ക് ഇതാ ഖുർആൻ പറയുന്നു, ആലിമുൽ ഗൈബ്, അദൃശ്യജ്ഞാനി അള്ളാഹുവാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, അവൻ ഗൈബിനെ ആർക്കും അറിയിച്ചു കൊടുക്കൂല. ഇല്ലാ ലിമൻ ഇർതലാ മിൻ റസൂൽ, അവൻ തൃപ്തിപ്പെട്ട ചില പ്രവാചകന്മാർക്കൊഴികെ. അപ്പൊ നബിമാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ കേട്ടോ. അതുപോലെ ഖുർആൻ പറയുന്നു, ഇപ്പൊ ഞാൻ ഒരു ആയത്ത് സൂറത്ത് ജിന്നാണ്, സൂറത്ത് നഹ്ൽ അല്ലാഹു പറയുന്നു, കുൽ നബിയെ പറയുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ്, ആകാശഭൂമിയിലെ രഹസ്യങ്ങൾ ഒരാൾക്കും അറിയില്ല ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്നാണ് അവർ പരലോകത്തേക്ക് വരിക എന്നോ പരലോകം എന്നാണ് ഉണ്ടാവുക എന്നോ അതുപോലും അറിയില്ല. വളരെ കൃത്യമായിട്ടാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു പറയുന്നു, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ,
പടച്ചതമ്പുരാൻ പഠിപ്പിച്ചു കൊടുത്ത അറിവല്ലാത്ത അള്ളാഹുവിന്റെ അദൃശ്യജ്ഞാനം മനുഷ്യന്മാർക്ക് അറിയില്ല. സൂറത്ത് ആയത്തുൽ കുർസികൾ ഓതാറില്ലേ? വലാ യുഹീതൂന, പെണ്ണുങ്ങളൊക്കെ എന്താ വലിയ എന്തോ ആണെന്ന് വിചാരിച്ചിട്ടാ പറയാ. എന്താ പറയുന്നത്? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. എന്നിട്ട് ചരക്കലിൽ കൂടെ കാളവണ്ടി പോകുമ്പോൾ അങ്ങനെ പോകും. പക്ഷെ എന്താ ഓതിയെന്ന് പോലും അറിയില്ല. അദൃശ്യം അല്ലാഹു ആർക്കും കൊടുത്തിട്ടില്ല എന്ന അപ്പോതിയത്. എന്നിട്ട് ഖുർആൻ അവിടെ മുത്തി മന്ത് അവിടെ വെച്ചിട്ട് തങ്ങളടുത്തേക്കൊന്ന് പോകണം. ഇല്ല, ഞാൻ ശരിയാവില്ല, കാര്യമൊക്കെ ഇടങ്ങറിലേക്കാ പോകണത്. ഓൻ ഇപ്പൊ പൈസ അയച്ച് 2 മാസമായി, അതെന്താണെന്നൊന്നും അറിയണം. ഉണ്ടോ? ചില ആൾക്കാരുണ്ടില്ലേ, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കുറയുന്നു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോഴിമുട്ടമലെഴുതാം. കോഴിമുട്ടമലെഴുതിയിട്ട് എന്താക്കുക? കൊടുക്കുക. ആ കോഴിമുട്ട 10 കോഴിമുട്ട തങ്ങൾക്ക് കൊടുക്കുക. തങ്ങൾ ഒരു കോഴിമുട്ടന്റെ മുകളിൽ ആയത്ത് ഒറ്റക്ഷരത്തിലാക്കി എഴുതും. ഒറ്റക്ഷരത്തിലാക്കി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതി നോക്കി. നിങ്ങൾ ഒറ്റയില് അതൊരു കോഴിമുട്ടമൽ എഴുതി നോക്കി. എന്നിട്ട് 9 എണ്ണം തങ്ങൾ തിന്നും. തങ്ങൾക്ക് നല്ല ആരോഗ്യം. ഈ എഴുതി കൊടുത്ത മുട്ടല്ലേ, അത് പറയും അടുപ്പിൽ കുഴിച്ചിടാൻ. അടുപ്പ് കൊണ്ടേ കുഴിച്ചിടും. ആർക്കും ഉപകാരം ഉണ്ടായോ? ഇല്ല, ഒരു ഉപകാരം ഉണ്ടായില്ല. എന്തുകൊണ്ടാ ഭർത്താവിന് സ്നേഹം കുറഞ്ഞ കാരണം? അയാൾക്ക് ആരോഗ്യം കുറഞ്ഞുകൊണ്ടാണ്. അയാൾക്ക് ആരോഗ്യം കൂട്ടാനുള്ള പണിയെടുത്താൽ അദ്ദേഹം സ്നേഹം കൂടും. നല്ല ആരോഗ്യമുള്ള സമയത്ത്, കിടുകിടുത്ത ഭാഗ്യമുള്ള സമയത്ത് നല്ല സ്നേഹം ഉണ്ടായിനി. പൊന്നെ കണ്ണേന്ന് വിളിച്ചാൽ ടൈം ഉണ്ടായിനി. അത് കഴിഞ്ഞ് പിന്നെന്താ വിളിക്കല്? എനിക്കറിയില്ല. വൈബിയല്ലത്. നിങ്ങൾക്ക് മാത്രമല്ല അറിയോളൂ വിളിക്കുള്ളത് അല്ലേ? ആദ്യത്തെ വിളിയൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മുമ്പൊന്നും ഇങ്ങനെ അല്ലേ ബിച്ചാങ്കാക്ക. ഏതൊക്കെ ഒരു ആളെ പേരാ, അത് പഴയ പേരാ ആരത്തും ആവില്ലോ. ബിച്ചാങ്കാക്ക അങ്ങനെ ഒന്നല്ലേ. ബിച്ചാങ്കാക്കക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അറിയാണ്ട് ചിരിച്ചു പോവാ ബിച്ചാങ്കാക്ക. അപ്പൊ ആർക്കുണ്ടാവും മൂപ്പര് ഇങ്ങനെ ഒന്നല്ലേ ഇനി, ആദ്യം ഒന്നും ഇങ്ങനെ ഒന്നല്ലേ ഇനി, നല്ല സ്നേഹം. അതൊക്കെ ഇല്ലാണ്ടാക്കിയത് മൂപ്പരമ്മയും തങ്ങന്മാരാ. അല്ല, അയാൾക്ക് ആരോഗ്യം കുറഞ്ഞാൽ നല്ല ടോണിക്കും നല്ല മരുന്നും കൊടുത്ത് ഇങ്ങനെ കുട്ടപ്പനാക്കി നിർത്തി അയാൾക്ക് സ്നേഹം വരും. അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം എപ്പോ പോടോ അപ്പൊ പോകേണ്ടത് ഇങ്ങനെ നോക്കിക്കെടുക്കേണ്ടി വരും. ഇയാൾക്ക് എപ്പോഴാ പോകേണ്ടത്. അപ്പോഴേക്കും നിങ്ങളെന്താവും ചൂലോലായി ഉണ്ടാവും അല്ലേ? ഒരു മാപ്പിളപ്പാട്ട് പാടിയില്ലേ, മൊഞ്ചായ മൊഞ്ചൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് 5 എണ്ണം പറ്റിയില്ലേ അല്ലേ? അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അദൃശ്യജ്ഞാനം അള്ളാഹ്ക്കല്ലാണ്ട് വേറൊരു ദുനിയാവിൽ ഒരാൾക്കും ഉണ്ടാവില്ല കേട്ടോ. ഇനി നിങ്ങൾ അറിയുക, ലോകം കണ്ട ഏറ്റവും വലിയ ഉത്തമനായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ലോകത്തുള്ള ഏത് മനുഷ്യനും ഒറ്റ വാക്ക് പറയും, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ റസൂൽ പറയാണ്, ആ റസൂലിനോട് അല്ലാഹ് പറയാ, ഖുൽ നബിയെ പറയൂ, ലാ അഖൂൽ ലക്കും ഇൻദി ഖസായിനുല്ലാഹ്, അള്ളാഹിന്റെ അദൃശ്യത്തിന്റെ ഖജനാവന്റെ കൈവശമുണ്ട് എന്ന് നീ പറയണം. എനിക്കറിയില്ല, ഞാൻ പറയില്ല എന്ന് പറയും. വലാ അഅലമുൽ ഗൈബ, അദൃശ്യം എനിക്കറിയില്ല എന്ന് പറയും മുഹമ്മദേ. വലാ അഖൂൽ ലക്കും ഇന്നീ മലക്കുൻ, ഞാനൊരു മലക്കാണെന്ന് നിങ്ങളോട് പറയുന്നില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നത് ഞാൻ പിൻപറ്റുന്നുവെന്ന് മാത്രം. അതല്ലാതെ എനിക്ക് ഗൈബ് അറിയില്ല നബിയെ താങ്കൾ പറയണം. സൂറത്തുൽ അൻആം കേട്ടോ. വലൗ കുന്തു അഅലമുൽ ഗൈബ, ഗൈബിയായ അറിവെനിക്കുണ്ടായിരുന്നെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈരി, ഒരുപാട് നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയ സൂ, എനിക്കൊരു തിന്മയും ബാധിക്കുമായിരുന്നില്ല. മുഹമ്മദ് നബിക്ക് പോലും ഒരു തിന്മ ബാധിക്കൂലായിരുന്നു അദൃശ്യം അറിയാനുണ്ടെങ്കിൽ. ഉണ്ടാവോ? കാരണം മുഹമ്മദ് നബിന്റെ സ്വന്തം ആളുകളെ എത്രത്തിനാണ് തീർത്തതോല്. വഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹിഷി മലക്കപ്പുറത്ത് മാറി നിന്ന് ഒളിഞ്ഞു നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ശൂലം കൊണ്ട് കുത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തില്ലായിരുന്നു. അദൃശ്യമായ അറിവ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഹംസക്ക് കുത്തേൽക്കുമായിരുന്നു. കുത്തുക മാത്രമല്ല അവർ ചെയ്തത്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞിന്റെ നടുവിൽ കുത്തിയിട്ട് ഇങ്ങോട്ട് പൊളത്തി 2 ഭാഗം പോസ്റ്റ്മോർട്ടം എടുത്തമായി. എന്നിട്ട് അതിനകത്ത് ഹിന്ദു ബന്ധു ഉത്തുബത്ത് എന്ന് പറയുന്ന പെണ്ണ് ദേഷ്യം തീരായിട്ട്, ആരെയാണ്? അസദുല്ലിലാ, ഇലാഹിന്റെ സിംഹം, സയ്യിദ് ശുഹദാക്കന്മാരുടെ സയ്യിദ്, നേതാവെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെയാണ് നിങ്ങൾ അറിയേണ്ടത്. റസൂലുള്ളാഹിക്ക് വൈബിയായ അറിവുണ്ടായിരുന്നെങ്കിൽ സംഭവിക്കോ? ഒരു നേരം ചിന്തിക്കേണ്ട മനുഷ്യന്മാർ ചിന്തിക്കൂല. അഷ്റഫുൽ ഖൽഖിനേക്കാളും വലുതാണോ തങ്ങള്? ആണോ? ഏത് തങ്ങള്? എവിടുത്തെ തങ്ങള്?
വെറുതെ പറയണ്ട. ഒരാൾക്കും അറിയില്ല, ഒരു വിവരമില്ല. വെറുതെ ഒരു കോലം കെട്ടിയിട്ട് വരും. അപ്പൊ ആള് വിചാരിക്കും എന്ത്, തങ്ങളാണല്ലോ. തങ്ങളാന്ന് പറഞ്ഞാൽ അപ്പയിന്റെ അയാളെ പോകും കുറെ ആൾക്കാർ. താറാവിന്റെ മാതിരിയാ മനുഷ്യന്മാർ. മുന്നിലൊരു താറാവ് ഉണ്ടാവും, അത് ഇംഗ്ലീഷിൽ പറയും ബാക്ക് 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 ബാക്ക്. അപ്പൊ എല്ലാം കൂടി ബാക്കിൽ ഇങ്ങനെ പോകും. ആരെങ്കിലും ഒരു മണം. ഈ തങ്ങന്മാർ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്താ ചെയ്യാറിയോ, കുന്തിരിക്കും, ഉരുവാന്, അതുപോലെ നമ്മൾ ചണ്ണൻ തിരിയൊക്കെ പുകയിക്കും. അതെന്തിനാ പുകയ്ക്കുന്നു വെച്ചാൽ ഇങ്ങനെ മണം കിട്ടാനാ. ഇവിടെ തങ്ങളുണ്ട്, മണം വരുന്നുണ്ട്, തങ്ങളെ മണം വരുന്നുണ്ട്. ഈ ഫാസ്റ്റ് ഫുഡിന്റെ അവിടെ കണ്ടില്ല നിങ്ങൾ, ഈ ചിക്കൻ പൊരിക്കണതിന്റെ അടുത്തേക്ക് എക്സോസ്റ്റ് വെച്ച് പുറത്തേക്ക് അടിക്കും. അപ്പൊ ഈ ചിക്കൻ പൊരിച്ചതിന്റെ മണം ചെറുപ്പക്കാർ കുണ്ടന്മാർ കാണും. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, നിർത്തണം, അവിടെ നിർത്ത്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അത് ആ വിവരം അറിയാൻ വേണ്ടി. അതുപോലെ തങ്ങന്മാരുണ്ടെന്ന് അറിയാൻ, ജാറുണ്ടെന്ന് അറിയാൻ, മക്കബറകൾ ഉണ്ടെന്ന് അറിയാൻ ഒക്കെ ചെയ്യുന്ന ഏർപ്പാടാണ്. എക്സോസ്റ്റ് വെച്ച് പുറത്തേക്ക് വിടുക, കുന്തിരിക്ക മുഴുവാൻ ചണ്ണൻതിരി. അപ്പോ ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ. ഏതാട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് വൈബറിയില്ല. എനിക്ക് വൈബറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുമായിരുന്നില്ല. അറിയോ, നോക്കൂ നിങ്ങൾ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ഞിന് കുത്തിയിട്ട് പിളർത്തിയിട്ട് അതിന്റെ അകത്ത്, നെഞ്ഞിന്റെ അകത്ത് ഹിന്ദ് ബന്ധു ഉത്തുബത്ത് എന്ന് പറയുന്ന പെണ്ണ് കാല് നെഞ്ഞിന്റെ അകത്തേക്ക് ചവിട്ടി താത്തിയിട്ട് അതിന് കരള് പറിച്ചെടുത്തു. എന്നിട്ട് വായിലിട്ട് വെറ്റിലാടൊക്കെ ചവക്കുമ്പോൾ ചവച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് അങ്ങ് തുപ്പി. അത്രമാത്രം ക്രൂരമായ പ്രവർത്തനം സ്വന്തം പിതൃവ്യപുത്രന്റെ നേരെ നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി കൊലക്ക് കൊടുത്തു എന്ന് നിങ്ങൾ പറയൂ? ലോകം കണ്ട ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായിട്ടാണ് അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിനെ അല്ലാഹു അയച്ചത്. ആ കാരുണ്യത്തിന്റെ വ്യക്തിയാണ് അദൃശ്യമായ അറിവില്ലാത്തതുകൊണ്ട് സ്വന്തം രക്തമത പോവുകയാണ്. അബൂ താലിബ് മരിക്കുന്നതിന്റെ അവസാന നിമിഷം വരെ അല്ലാഹുവിന്റെ റസൂൽ കാല് പിടിച്ച് പറഞ്ഞു, ഖുൽ കലിമത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു പദം നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പടച്ചവനോട് പറയാ. അദൃശ്യജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ പറയില്ല. കാരണം ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് എടുത്ത് മരിക്കൂല എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഗൈബിയ അറിവില്ലാത്തോണ്ടാ റസൂൽ എന്ത് ചെയ്തത്, വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് കാൽ ഉഴിഞ്ഞു കൊടുത്തിട്ട് മൂത്താപ്പനോട് പറഞ്ഞു, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അല്ല പറഞ്ഞു, പറ്റില്ല മുഹമ്മദേ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. മുഹമ്മദേ, നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് സ്വർഗം നേടിക്കൊടുക്കുന്ന പണിയല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു ഈ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുള്ളൂ. ഗൈബിയായ അറിവുണ്ടായിരുന്ന നബി അവൻ എടുക്കോ? മരിക്കുന്ന അവസാനത്തെ നിമിഷത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ, അബൂ താലിബ് എന്താ പറഞ്ഞത്, മുഹമ്മദേ, നീ കൊണ്ടുവന്ന ദീനാണ് ദീനെന്ന് എനിക്കറിയാം. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ. ലോകത്ത് വന്ന എല്ലാ മതങ്ങളിലും വെച്ച് ഇസ്ലാം മതമാണ് മുഹമ്മദേ നീ കൊണ്ടുവന്ന മതമാണ് ശരിയെന്ന് എനിക്കറിയാം. വലഖദ് അലിംതു, എനിക്കറിയാം. പിന്നെന്താ ഇല്ലാത്തത്? ഹിദായത്തില്ല. ഹിദായത്ത് അല്ലാഹു കൊടുക്കണം, അറിവുണ്ടായാൽ പോരാ. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലഅമതു വഹിദാറു മസബത്തിൻ ലവജതനി സംഹം ബിദഅക മുബീനാ. ഇത്രയും പ്രായം വരെ ഞാൻ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ ജീവിച്ചിട്ട് അതിന്റെ നേതാവായി നിന്നിട്ട് മരിക്കാൻ നേരത്ത് ഞാൻ ആശയവും ആദർശവും മാറി എന്ന് ആളുകൾ പുച്ഛിക്കുമായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നീ പറഞ്ഞ മതത്തിലേക്ക് വരുമായിരുന്നു മുഹമ്മദേ. ആള് പുച്ഛിക്കുന്നുള്ള പേടിയേക്ക് നിങ്ങൾക്കില്ല? അങ്ങനെ ചില സുന്നി പെണ്ണുങ്ങളുണ്ട്. പള്ളിയിലേക്ക് ഞാനില്ല, പള്ളിക്കൊക്കെ എന്റെ മയ്യത്തുണ്ടായമേ, വേറെ എവിടെയും വയലുണ്ട്. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ എന്താ ചെയ്യുക, ഞാൻ ഇതിൽ തന്നെ മൂടുറച്ചുപോയി, എന്റെ മൂടൈമിൽ ഒട്ടിപ്പോയതാ, അതുകൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, നിങ്ങളോടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചില പെണ്ണുങ്ങൾ അങ്ങനെ പറയാം, ചില ആണുങ്ങൾ അങ്ങനെ പറയാം, ഞാൻ ആ പള്ളിന്റെ മുത്തവല്യാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ചിലവർക്ക് നിങ്ങൾ നമ്മളെ കാസറ്റൊക്കെ കൊടുത്താലേ അതൊക്കെ കേട്ടിട്ട് പറയും, നല്ല പ്രസംഗം കേട്ടോ. എന്റേതല്ലട്ടോ, ഞാൻ വേറെ ആരുടെങ്കിലാ പറഞ്ഞു, ഞാൻ എന്റെ പറഞ്ഞാണ്ട, നല്ല പ്രസംഗം കേട്ടോ. എനിക്ക് കേട്ടിട്ട് വെക്കാൻ തോന്നുന്നില്ല, പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തോന്നുന്നില്ല. നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഞാൻ മാറിയെന്ന് പറയില്ലേ. പിന്നെ എന്നുണ്ടെങ്കിൽ എന്റെ അമ്മായിമ്മ ഭയങ്കര സുഞ്ഞ. മൂപ്പരാണെങ്കിൽ ഇതാ റമദാൻ 15 അന്ന് ബദരീങ്ങൾ ആണ്ട് നടത്താൻ വേണ്ടിയിട്ട് 4-5 പോത്തിന് പുരയെ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ 5 പോത്തില്ലെങ്കിൽ 5 കിലോ ഇറച്ചി അല്ലേ, എന്നിട്ട് പത്തിരി പരത്തി അല്ലേ, അതുകൊണ്ടില്ലേ
അഞ്ചട്ടടുപ്പുകൾ ഒപ്പം എരിഞ്ഞ് അഹമ്മദും പോക്കറ്റും നിന്ന് പൊരിഞ്ഞ് കേട്ടില്ലേ അങ്ങനത്തെ പാട്ടൊക്കെ ബദരീങ്ങളെ പാട്ട്. പത്തിരി വിടുന്ന തിരക്കിലാണ്. അഞ്ചട്ടടുപ്പുകൾ ഒപ്പം എരിഞ്ഞ് ഒന്നായിട്ട് കത്തുക, അഹമ്മദും പോക്കറ്റും നിന്ന് പൊരിഞ്ഞ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ. പത്തിരി വിടുന്ന തിരക്കിൽ അഹമ്മദും പോക്കറ്റും നിന്ന് പൊരിയ ഇതുണ്ടാക്കണ്ടേ? ബദരീകൾ എന്താ ഉണ്ടാക്കിയത്? ബദരീകൾ എന്താ ചെയ്തത്? അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അദൃശ്യജ്ഞാനമില്ല, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചു, പടച്ചവനെ അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്ത്, പടച്ചവനെ എന്റെ സഖാക്കൾ എന്റെ സഹാബികൾ നടന്ന് നടന്ന് കാലുകൾ തേഞ്ഞവരാണ്, ഫഹ്മിൽഹും അവരെ നീ രണാങ്കണത്തിൽ നീ വഹിക്കണം തമ്പുരാനെ, സ്വന്തമായി യുദ്ധം ചെയ്യാൻ കഴിവില്ല അവർക്ക്. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത്, പടച്ചവനെ ഇവർ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ്, ഒരു അമ്പങ്ങാനും കൊണ്ടാൽ തുണി അഴിഞ്ഞു പോകും, നഗ്നത വെളിവായി പോകും, അതുകൊണ്ട് ഫക്സുഹും നാദാ നീ വസ്ത്രം കൊടുക്കണേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാൽ, പടച്ചവനെ വിശക്കുന്ന വയറിന്റെ ഉടമസ്ഥന്മാരാണ്, നാളുകളായി എന്റെ സഹാബത്ത് ഭക്ഷണം കഴിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്, ആയിരക്കണക്കിനുള്ള ശത്രുക്കളുണ്ട് പടച്ചവനെ, അതുകൊണ്ട് നീ സഹായിക്കണം. ഉടുതുണിക്ക് മറുതുണിയില്ല, വിശക്കുന്ന വയറിന് ഉടമസ്ഥന്മാരാണ്, അതുകൊണ്ട് ഫാഷ്ബീഹും അവർക്ക് നീ വയറ് നിറച്ചു കൊടുക്കണേ. അള്ളാന്റെ റസൂലുള്ളാന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ട് ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000-ഓളം വരുന്ന മലക്കുകളെ ബദറിന്റെ മണ്ണിൽ മനുഷ്യരൂപത്തിൽ അല്ലാഹു ഇറക്കിക്കൊടുത്തു. ശത്രുക്കൾ പേടിച്ച് ഭയന്നോടി. അള്ളാന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു. അത്ര അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ച മുഹമ്മദ് നബി പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. അത് റമളാൻ 15 എന്നാണ്. സ്വന്തം ബാപ്പയെ വെട്ടാൻ ശ്രമിക്കുന്നു മകൻ അബൂഹുദൈഫന്റെ ഉപ്പാനെ വെട്ടാൻ വേണ്ടിയിട്ട് മുശ്രിക്കായ മനുഷ്യനെ ഈ അദൃശ്യജ്ഞാനം അല്ലാഹു അല്ലാത്ത പലർക്കുമുണ്ട്, പലരോടും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നിടത്താണ് അബൂഹുദൈഫയുടെ ബാപ്പയുള്ളത്. ഹദ്റത്ത് അബൂഹുദൈഫയുടെ ഉപ്പാനെ വെട്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വെട്ടാൻ നിൽക്കട്ടെ, അബൂഹുദൈഫ ആ രംഗത്തുനിന്ന് മാറണം. അബൂഹുദൈഫ മാറി. പക്ഷേ യുദ്ധം കഴിഞ്ഞ് ബദർ യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോൾ സ്വന്തം ബാപ്പാന്റെ കഴുത്ത് മുറിഞ്ഞു കിടക്കുന്ന മയ്യത്ത് ഖലീബിലേക്ക് പൊട്ടൻ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ ആലിലെ വറക്കുന്നത് പോലെ അബൂഹുദൈഫ വറക്കുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നു, അബൂഹുദൈഫത്തെ വിശ്വാസത്തിന് ചാഞ്ചല്യം പറ്റിയോ? അല്ലാഹുവിന്റെ റസൂലേ, ഇല്ല, വല്ലാഹി ലാ, പടച്ചവനെ ആണ് സത്യം, ഒരിക്കലുമില്ല. എന്റെ ഉപ്പ ഹലീമായിരുന്നു, വിവേകിയായിരുന്നു, നബീലായിരുന്നു, ബുദ്ധിമാനായിരുന്നു, വളരെ തന്റെ ഇടവും അറിവുമുള്ള ആളായിരുന്നു. ഒരൽപ്പം ബുദ്ധി ഉപയോഗിച്ച് ഇസ്ലാമിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ അസ്തമിച്ചല്ലോ അദ്ദേഹത്തിന്റെ മയ്യത്ത് കണ്ടപ്പോൾ. അതുകൊണ്ട് കരഞ്ഞതാ എന്ന് പറയുന്ന ആ സഹാബത്ത്. അവരെ ഓർക്കപ്പ ചെയ്യണ പണിയോ? ഇപ്പൊ ചെയ്യണ പണി എന്താ? ബദരീങ്ങളാണ്ടേ എങ്ങനാ കഴിക്കല്? ഇറച്ചിയും പത്തിരി ഉണ്ടാക്കിയിട്ട് വെട്ടി മുണുങ്ങാണ് ആണും പെണ്ണും കേട്ടോ. അങ്ങനുണ്ട്. അതാണ് സുന്നി, നല്ല സുന്നി അല്ലേ? ശരിക്കും പുളിച്ചേ ശരിയാവും ഒരർത്ഥത്തില് അല്ലേ? കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? കണ്ണില്ലാത്ത. അപ്പൊ സുന്നി പറഞ്ഞാലോ സുന്നത്തില്ലാത്തോലും. ആ അർത്ഥത്തിലാണെങ്കിൽ നമുക്ക് ഒരു വിരോധമില്ല. കാരണം അത്തരം ആളുകളൊക്കെ ഈ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ അള്ളാഹുവിനെ വിട്ട് ഒരു രംഗത്തും നിങ്ങൾ പുറത്തേക്ക് പോണ്ട കേട്ടോ. ശ്രദ്ധിക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദൃശ്യജ്ഞാനം അറിഞ്ഞോ? ഇല്ല. ഒരു സംഭവം ഞാൻ പറയാം. മൂസാ നബി ഫറോവയുടെ കൊണ്ടുവന്ന സിഹ്റന്മാരുമായി രണാങ്കണത്തിൽ നിങ്ങൾക്കറിയാം മത്സരം നടന്നതറിയാം. മത്സര രംഗത്തേക്ക് ഇതാ ഖുർആൻ നമ്മളെ കൊണ്ടുപോകുന്നു. ആ രംഗം ഇതാ ഖുർആൻ പറയുന്നു, കാലു ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖാ. മൂസാ നബി പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഇട്ടോളൂ മൈതാന മധ്യത്തിലേക്ക് നിങ്ങൾക്കിടാനുള്ള സാധനങ്ങൾ. സീറന്മാരും റസൂലുള്ളാൻ മൂസാ നബിയുടെ മുഅ്ജിസത്തും തമ്മിൽ മത്സരിക്കപ്പെടാൻ പോവുകയാണ്. മൈതാന മധ്യത്തിൽ വന്നു. ആദ്യ ആരാടേണ്ട ഇട്ടോളൂ. കാലാപ്പോൾ അവര് പറഞ്ഞു, മൂസേ നീ ഇട്ടോ. മൂസാ നബി പറഞ്ഞു, ബൽ അൽഖൂ, പക്ഷെ നിങ്ങൾ ഇട്ടോളൂ. അവരപ്പോൾ ഫൈദാ ഹിബാലഹും വയസിയഹും, അവരുടെ കയറുകളും വടികളും ഒക്കെ കണ്ട് മൈതാന മധ്യത്തിലേക്ക് ഇട്ടു. അപ്പോഴോ യുഹയ്യലു ഇലൈഹിം മിൻ സീരിഹിം അന്നഹാ തസ്ആ, അദ്ദേഹത്തിന് തോന്നി, അവരുടെ സിഹ്റ് കാരണത്താൽ തോന്നി. എന്ത് തോന്നി? ഇതൊക്കെ എഴയുന്നതായിട്ട് എഴഞ്ഞു കിടക്കുന്ന സർപ്പായിട്ട് തോന്നി. അപ്പോഴോ എന്താ ഉണ്ടായത്?
മൂസാ നബി ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എഴഞ്ഞു നടക്കുന്ന സർപ്പമായി മാറി. മൂസാ നബിക്ക് പേടിയായി പാമ്പിനെ കണ്ടപ്പോൾ. അദൃശ്യമായ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിലോ ഇത് സീറാണ്, ഇത് ഓല വടികൊണ്ട് സീറിനോണ്ട് ഉണ്ടാക്കിയാന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടല്ലേ പേടിച്ചത്. പേടിച്ചു. കുൽന അള്ളാഹു അപ്പ പറഞ്ഞു പേടിച്ചപ്പോൾ ലാ തഹഫ് മൂസയെ ഭയപ്പെടണ്ട, ഇന്നക്കാൻ തല്ല നീയാണ് വിജയിക്കുക. അപ്പോ വഹി കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പേടിക്കൂ. കേട്ടാ നോക്കൂ നിങ്ങൾ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അദൃശ്യജ്ഞാനം അറിയോ? അറിയില്ല എന്നുള്ള എന്താ തെളിവ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിൽ വിശദീകരിക്കുന്നു. വലഖദ് ജാഅത് റസൂലുനാ ഇബ്രാഹിമ ബിൽ ബുശ്റാ ഖാലൂ സലാമാ. ഇബ്രാഹിം നബിക്ക് പ്രായം വന്ന സമയം ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അങ്ങനെ ആ സന്തോഷ വാർത്ത അറിയിക്കാൻ നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നു. മലക്കുകളാണ് വന്നത്. മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നപ്പോൾ അവർ ഖാലൂ സലാമ, അവർ സലാം പറഞ്ഞു ഇബ്രാഹിം നബിക്ക്. ഖാല സലാമൻ, ഇബ്രാഹിം നബി സലാം മടക്കിയ ഉടനെ തന്നെ ഫമാ ലബിസാൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, ചുട്ടെടുത്തൊരു മൂരിക്കുട്ടനെ അതിഥിക്ക് കൊണ്ടുപോയി കൊടുത്തു. അതായത് ചുട്ടെടുത്ത ഒരു മൂരിക്കുട്ടൻ ഉണ്ടാക്കിയിട്ട് അതിഥികൾക്കൊക്കെ കൊടുക്കാൻ തിന്നാൻ വലിയ അതിഥി സൽക്കാര പ്രിയനായിരുന്നു ഇബ്രാഹിം നബി. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഇബ്രാഹിം നബിന്റെ മുമ്പിൽ നിൽക്കുന്നത് മലക്കാണെന്നറിയാൻ ഖലീലുള്ള അള്ളാന്റെ ഭൂമിയിലെ കൂട്ടുകാരനെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മൂരിക്കുട്ടിനെ കൊണ്ടുപോയി കൊടുത്തത്. എന്നിട്ടോ ഫലമ്മാ റഅ അയ്ദിയഹും ലാ തസിലു ഇലൈഹിം നകിറഹും വൗജസ മിൻഹും ഖീഫാ, അവരെ കൊണ്ടുകൊടുത്തിട്ട് തിന്നാൻ വേണ്ടി കൈ ഉയർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ വളരെയധികം പരിഭ്രമിക്കുകയും അദ്ദേഹത്തിന് ഭയം ജനിക്കുകയും ചെയ്തു. വൗജസ മിൻഹും ഖീഫാ, ഖീഫ ഉണ്ടായി. അപ്പോഴും അവർ പറഞ്ഞു, മലക്കുകൾ പറഞ്ഞു, ഖാലൂ ലാ തഖഫ്, ഒരു പേടിയും പേടിക്കണ്ട, ഞങ്ങൾ തിന്നാത്തോണ്ട് ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വന്നതാണെന്ന് ധരിക്കണ്ട. പിന്നെയോ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന പോക്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പോകുന്നു എന്ന കാര്യം സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാ. അപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് ശ്വാസം വീണത്. എന്തേ ഇബ്രാഹിം നബിക്ക് അറിയാത്തത് തങ്ങൾക്കറിയോ? ഞാരെങ്കിലും അങ്ങനെ പറഞ്ഞാലോ പുറങ്കാലം കൊണ്ട് ചവിട്ടും. ഓനല്ല, ഓൻ പറഞ്ഞ ആശയത്തെ. ഓനെ ചവിട്ടിയ പോലീസ് സ്റ്റേഷനിൽ പോണ്ടി വരും കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണതാ. വൃദ്ധനായ ലൂത്ത് നബിന്റെ അടുത്തേക്കതാ പോകുന്നു അതേ മലക്കുകൾ. ഖുർആൻ തുടരുന്നു. വലഖദ് ജാഅത് റുസുലുനാ ലൂത്തൻ, ലൂത്ത് നബിയുടെ അടുത്ത് നമ്മുടെ ദൂതന്മാർ വന്നു. സിയ ബിഹിം വലാഖ ബിഹിം സറഅ, അദ്ദേഹത്തിന് പ്രയാസമുണ്ടായി, വല്ലാത്ത പ്രയാസം. കാരണം ഈ മലക്കുകള് ലൂത്ത് നബിന്റെ അടുത്തേക്ക് വന്നതേ കാണാൻ നല്ല അഴകുള്ള ചെറുപ്പക്കാർ കുട്ടികളുമായില്ല. ഇപ്പോഴത്തെ കുറെ ആണുങ്ങൾക്കുണ്ടല്ലോ ഒരുപാട് ദൂഷ്യവശങ്ങൾ. അത്തരം ദൂഷ്യ സ്വഭാവമുള്ള ആൾക്കാർക്ക് പറ്റിയ തരത്തിലുള്ള കോലത്തിൽ ആ കുട്ടികൾ വന്നത്, മലക്ക് വന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് പ്രയാസം ഉണ്ടായി. ആർക്ക്? അള്ളാന്റെ പ്രവാചകനായ ലൂത്ത് നബി. വൃദ്ധനായ അദ്ദേഹം സങ്കടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവരെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഇന്ന് വല്ലാത്തൊരു പ്രയാസം പിടിച്ച ദിവസമാണിത്, മലക്കാന്നറിയില്ല, ഈ മലക്ക് ഇവരെ നശിപ്പിക്കാമെന്താന്ന് ആർക്കറിയില്ല, അറിയില്ല. അദൃശ്യജ്ഞാനി അള്ളാഹു മാത്രം. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അത് നിങ്ങൾ മരിക്കുന്നത് വരെ ഉണ്ടാവണം. അല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെ പോകുമ്പോ ഒന്നും തങ്ങളല്ലേ ബീവിയല്ലേ, ബീവിക്ക് എല്ലാം അറിയും, എല്ലാം അറിയും. എന്താ അറിയാ? നിങ്ങളത് മുണുങ്ങാൻ, നിങ്ങളെ പൈസ മുണുങ്ങാൻ അറിയാം. വേറെന്താ അറിയാന്? ഓരോന്നിങ്ങനെ വരും, ഓരോ തരത്തില് അല്ലേ. എന്തിലും വിശ്വസിക്കും. നമ്മളോ ഖുർആന്റെ ആൾക്കാരോ? ഈ ഖുർആൻ അവിടെ കൊണ്ടേയിടുങ്ങള്. ഞാൻ ഈ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കും. ലൂത്ത് നബി പറയുന്നു വല്ലാത്ത പ്രയാസം പിടിച്ച ദിവസമാണ്. അങ്ങനെ ഇവരിങ്ങോട്ട് വന്നപ്പോഴേക്കും ഖുർആൻ തുടരുന്നു, വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി. ജനങ്ങളെല്ലാം ഈ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ലൂത്ത് നബിന്റെ പേരിലേക്ക് വാങ്ങി. അവിടെ വന്നിട്ടുണ്ട് രണ്ടുവണ്ണം. അത് ശരി, നമ്മളോട് ഇത് വേണ്ട അറിഞ്ഞിട്ട് മൂപ്പര് പണിപ്പതല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് വാങ്ങിയ ആൾക്കാർ. അത് ഓടിയപ്പോൾ കാരണം ഖുർആൻ പറഞ്ഞു, വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത്, ആ ജനത മുമ്പ് വളരെ തോന്നിവാസങ്ങൾ ചെയ്തിരുന്ന ആളുകളാണ്. അതടക്കട്ടെ. അപ്പോഴാണ് ലൂത്ത് നബി എല്ലാവരും കൂടി ഓടിക്കൂടിയപ്പോ ആ ഓടിക്കൂടിയ ആൾക്കാരോട് ലൂത്ത് നബി പറയുന്നു, യാ ഖൗമി ഹൗലായി ബനാത്തി, കൂട്ടരെ എന്റെ പെൺകുട്ടികൾ ഇതാ വീടിൽ പുരനിറഞ്ഞു നിൽക്കുകയാണ്.
അവരെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാം. ഹുന്നഅത്ഹർലക്കും, അതാണ് നിങ്ങൾക്ക് പരിശുദ്ധമായ മാർഗം, അല്ല ഏൽപ്പിച്ചെന്ന മാർഗമാണ്, അത് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാം. അപ്പോഴോ അദ്ദേഹം വീണ്ടും പറയുന്നു, ഫത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചായിട്ടോ, വലാ തുഖ്സുനി ഫീ ലൈഫി, എന്റെ അതിഥികളുടെ മുമ്പിലിട്ടിട്ട് നിങ്ങൾ വഷളാക്കല്ലേ. ആര് ഓടിക്കൂടി ആൾക്കാരോട് പറയാ, അലൈസ മിൻകും റജുലുർ റഷീദ്, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ തന്റെ ഇടമുള്ള ഒരാൺകുട്ടി പോലും ഇല്ലാണ്ടായിപ്പോയോ നിങ്ങളെ കൂട്ടത്തിൽ കാര്യമാണ്. ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വന്ന മലക്കാന്ന് ആർക്കറിയില്ല. വിശുദ്ധ ഖുർആൻ പഠിക്കണം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ കാണാതെ കണ്ണുകൾ ഒബിയല്ല തൈനാഹു, രണ്ട് കണ്ണും കണ്ണിന്റെ കൃഷ്ണമണിയും കരഞ്ഞു കരഞ്ഞ് വെളുത്തുപോയി. അല്ലേ? എന്തേ യാക്കൂബ് നബിക്ക് അറിഞ്ഞില്ലേ? നമ്മളവിടെ എന്ത് സാധനം പോയാലും കണ്ടാലും എന്തിനും എല്ലാ സ്ഥലത്തുനിന്നും ഇപ്പോ ഒരു മോതിരമുണ്ട്, മോതിരം കിട്ടിയാൽ നിങ്ങൾക്ക് ലക്ഷപ്രഭു ആകാം. മൂപ്പരാ മോതിരം ഉണ്ടാക്കുന്നത്, മൂപ്പർക്ക് അജീസില്ലാനും മനസ്സിലാ. മൂപ്പറിന് ഈ മോതിരം വാങ്ങിക്കൊണ്ടാൽ നിങ്ങൾക്ക് ലക്ഷപ്രഭു ആകാം. അപ്പോൾ ഒന്ന് ഭാഗാൻ പോകണമെന്ന് ആലോചിക്കട്ടെ, ഈ മോതിരം ഇയാളെടുത്തുണ്ടായിട്ട് ഇയാളെന്ത് എത്ര കൈവെട്ടോരായിപ്പോയത് അതാലോചിക്കൂലേ? എന്നിട്ട് ഏതോ ഒരുത്തം പോയി വാങ്ങി മോതിരം, കല്ലിന്റെ പ്രത്യേക കല്ലാന്നും പറഞ്ഞിട്ടെ, ആ മരതകക്കല്ല് ഒക്കെ വെച്ചിട്ടുള്ള, അതിങ്ങനെ കല്ലിങ്ങോട്ട് വന്നവിടെ തന്നെ പൈസ ഇങ്ങനെ പാറാൻ തുടങ്ങും, ബാങ്കിൽ നിന്നൊക്കെ കെട്ടി കണക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കുന്ന ജാഹിലുകൾ അല്ലേ? നിങ്ങൾ തന്നെ പലരും അങ്ങനെ വിചാരിക്കില്ലേ? പല കാര്യങ്ങളിലും ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ കുട്ടി ജനിച്ചതിന് ശേഷമാണ് എനിക്ക് സുഖം ഉണ്ടായത്, മറ്റേ കുട്ടി ജനിച്ചതിന് ശേഷമാണ് പണ്ടാറടങ്ങാൻ ഇങ്ങനെ ആയത്. എന്നിട്ട് ആ ചക്കനോട് ഭയങ്കര ദേഷ്യ. ചക്കനെ കാണുമ്പോൾ തന്നെ മതിയായി ജന്തുവാണ്, ഓനാണ് ഇതിന്റെ ഒക്കെ കാരണക്കാരൻ. ഈ ജന്തു ജനിച്ചതിന് ശേഷം ഓന്റെ കാല് കാണേണ്ട ഭൂമിയിൽ തട്ടുന്നതിന്റെ മുമ്പ് തന്നെ ഇടങ്ങറ് തുടങ്ങിയിരിക്കുന്നു. മറ്റോനതൊന്നല്ല, ഓൺലാമേത്തിക്ക് നല്ല സുഖം. മൂത്തോനെ എന്താ കാരണം അറിയോ? അത് മനസ്സിലാക്കി. മൂത്തോൺലാമേത്ത് സുഖാൻ കാരണം ആദ്യത്തെ മോനല്ലേ, കല്യാണം കഴിഞ്ഞ ഉടനല്ലേ സുഖം ഉണ്ടാവും കേട്ടോ. അതിന് അദൃശ്യജ്ഞാനൊന്നും വേണോ? വേണ്ടല്ലോ, എല്ലാവർക്കും അറിഞ്ഞ കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് അദൃശ്യജ്ഞാനി അള്ളാഹു മാത്രം. അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും അദൃശ്യ ജ്ഞാനമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ച് ആരെടുത്തെങ്കിലും നിങ്ങൾ പോയാൽ, മന്നത്ത അറാഫൻ ഔ കാഹിനൻ, ഒരു ജ്യോത്സ്യനെയോ ഒരു തങ്ങളെയോ ഒരു കണക്ക് നോട്ടക്കാരുടെ അടുത്തോ നിങ്ങൾ പോയാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആന്റെ നിഷേധി നിങ്ങളാവും കേട്ടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് പറഞ്ഞ് കേൾക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരൊറ്റ ഹദീസ് കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തൊരു അയറാബി വന്നിട്ട് ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ, മൽ മൂജിബത്താനി, നിർബന്ധമായി ഞാൻ പാലിക്കേണ്ട രണ്ട് കാര്യം എനിക്ക് പറഞ്ഞു തരുമോ? കാല, നബി പറഞ്ഞു, മൻ മാത്ത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ, അള്ളാഹിൽ പങ്കു ചേർക്കാതെ മരിക്കാൻ കഴിഞ്ഞാൽ ദഖലൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ കയറാം. വമൻ മാത്ത യുശ്രികു ബിഹി ഷൈഅൻ, അള്ളാഹിൽ പങ്കു ചേർത്തുകൊണ്ടാണ് നീ മരിക്കുന്നെങ്കിൽ ദഖലൻ നാള, നരകത്തിലും കയറാം. എളുപ്പം പറഞ്ഞു കൊടുത്തു. അപ്പം വൈബിയായ അറിവ് അള്ളാഹ്ക്കല്ലാതെ ബറാക്കുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്തിൽ ശിർക്ക് ചെയ്തു. നമ്പർ 1 മുശ്രിക്കാവും. കുന്നത്തൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാള് നമ്മളെ ദബ്ബട് വിചാറില്ലേ അപ്പവാണിപം, അതിനെപ്പറ്റി മൂപ്പര് എഴുതിയൊരു ലേഖനം 2 വരിയുള്ളൂ, കേട്ടോളി. കോഴിക്കോട് കറാമത്തുകൾ കൊണ്ട് അമ്പരപ്പിച്ച പുണ്യപുരുഷന്റെ സ്മരണയിൽ ഇസ്ലാമിക വിശ്വാസികൾ ഒരിക്കൽ കൂടി ഒത്തുചേർന്നു. ജാറത്തിലെ ഇവിടുത്തെ ഒത്തുചേർന്നില്ലേ, അതിനെപ്പറ്റിയാ. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഇടിയങ്ങര ഷെയ്ഖിന്റെ പള്ളിയിൽ ശനിയാഴ്ച ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അപ്പവാണിപ നേർച്ചയ്ക്ക് വേണ്ടി കടലോര ഗ്രാമങ്ങൾ ഒരുങ്ങി. കേട്ടോ, ശ്രദ്ധിച്ചു, കടലോര ഗ്രാമങ്ങൾ അങ്ങനെ ഒരുങ്ങി നോക്കണോ. കടലോര പ്രദേശമായ കുറ്റിച്ചറയും കുണ്ടുങ്ങലും പള്ളിക്കണ്ടിയും മുഖതാറും ആണ്ടു നേർച്ചയുടെ ലഹരിയിൽ അമർന്നിരിക്കുകയാണ്. എന്തിന്? ആണ്ടു നേർച്ചയുടെ ലഹരിയിൽ ധാരായിരുന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവിടുത്തെ എല്ലാ ആളുകൾക്കും, മുസ്ലിങ്ങളല്ലാത്ത നമ്മളല്ലാത്ത എല്ലാ ആളുകളെയും ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇഷ്ടമാണ്. കാരണം ഓൽക്കൊക്കെ ശിർക്കുണ്ട്, മറ്റവർക്ക് ശിർക്കുണ്ട്. ഓലെല്ലാവരും എതിർക്കണേ നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് കുന്നത്തൂർ രാധാകൃഷ്ണൻ അത് എഴുതുന്നത് ഭയങ്കര പേടിയാണ്. ജാറുള്ള പള്ളിയൊക്കെ ഹിന്ദുക്കൾക്ക് ഭയങ്കര പേടിയാണ്. കോഴിമുട്ടൊക്കെ വെറുതെ കൊണ്ടുപോയി കൊടുക്കും, കാരണം എന്തെങ്കിലും കാട്ടണ്ടാച്ചിട്ട്. ശ്രദ്ധിക്കുക, ശനിയാഴ്ച മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇടിയങ്ങരയിലേക്ക് പ്രവഹിക്കുന്നതോടെ ഷെയ്ഖിന്റെ പള്ളി വമ്പിച്ച ഇസ്ലാമിക സംഗമത്തിന് സാക്ഷ്യം വഹിക്കും. മനസ്സും ശരീരവും ശുദ്ധമാക്കി പള്ളി മക്കാമിനെ എത്തിച്ചേർന്നാൽ തങ്ങളുടെ ദുരിതങ്ങൾ നീങ്ങുമെന്ന് വിശ്വാസികൾ കരുതുന്നു. മക്കാമിൽ ചെന്നാലേ തങ്ങളുടെ ദുരിതങ്ങൾ
നീങ്ങുമെന്ന് വിശ്വാസികൾ കരുതുന്നു, വിശ്വസിക്കുന്നു. വിശ്വാസികൾക്ക് പള്ളിയിൽ അർപ്പിക്കുവാനുള്ള അപ്പവാണിഭ നേർച്ചയ്ക്ക് ഹരം പകരുന്ന വിവിധ ഇനം അപ്പങ്ങൾ കടലോരങ്ങളിലെ വീടുകളിൽ തിരക്കിട്ട് പൂർത്തിയാക്കുകയാണ് സ്ത്രീകളും കുട്ടികളും. ഈ അനുഗ്രഹമൊന്നും ആ പൊരലില്ല. അതുകൊണ്ട് വൈദ്യക്ക് ഈ അപ്പൊക്കെ ഉണ്ടാക്കി വിട്ടിട്ടോടെ ജീവിക്കാൻ. ഇത് തൊട്ടടുത്തുണ്ടായിട്ടുണ്ട്, അതവിടെ കണ്ടേ. ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ഇന്നും നിറം ചാർത്തുന്ന ഒട്ടനവധി കറാമത്തുകളിലാണ് ആ പുണ്യപുരുഷന്റെ അസ്തിത്വം നിലകൊള്ളുന്നത്. മൂപ്പരുടെ അസ്തിത്വം നിലകൊള്ളുന്നത് കറാമത്തിലാണ്. കേട്ടോളി. ഒരിക്കൽ ഷെയ്ഖ് തങ്ങളുടെ വസതിയിൽ കുറെ അതിഥികൾ എത്തിച്ചേർന്നു. ഒരു ഹദീസിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന കഥയാണ്, അത് ഇങ്ങോട്ട് കയറ്റിയതാ. അവർക്കെല്ലാം വിശപ്പടക്കാനുള്ള ഭക്ഷണം തങ്ങളുടെ കൈവശമില്ലായിരുന്നു. ഉണ്ടായിരുന്ന ഭക്ഷണം ഒരു കൊച്ചു പാത്രത്തിൽ വെച്ച് തങ്ങൾ അതിഥികളോട് കഴിച്ചുകൊള്ളാൻ പറഞ്ഞു. അതിഥികൾ മുഴുവൻ വിശപ്പടക്കിയിട്ടും പാത്രത്തിലെ ഭക്ഷണം അതുപോലെ ഉണ്ടായിരുന്നു എന്നാണ് കറാമത്തുകളിൽ ഒന്ന്. ഇനിയോ തന്റെ മയ്യത്ത് പുതിയങ്ങാടി കാളി കുളിപ്പിക്കണമെന്നായിരുന്നു അത്രേ തങ്ങളുടെ ആഗ്രഹം. കാളി മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ തങ്ങൾ കണ്ണ് തുറന്നു നോക്കി എന്നാണ് മറ്റൊരു കറാമത്ത്. അപ്പൊ അതുപോലെ ഇയാൾക്കറിയിൽ ആരാ കുളിപ്പിക്കുന്നത്? അത് കണ്ണുറത്ത് നോക്കണോ? മരിക്കാൻ എന്താ തുറക്കുമല്ലോ, വേറെ വിഷയം കിടക്കട്ടെ. ഒരുപാട് ചോദ്യമുണ്ട്. ഈ ജാതിയൊക്കെ എഴുതി വിട്ടിട്ടെ ഇതൊക്കെ വായിച്ചിട്ട് ശൂന്യാണ് എന്ന് പറഞ്ഞ് നടക്കുക, ലക്കുല്ലകാലില്ലാട്ടെ കേട്ടോ. ബാക്കി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ഹിമ്മസി, മൂപ്പര പേര് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. തങ്ങളെ അടക്കം ചെയ്തത് നേരത്തെ കണ്ണംപറമ്പ് ശ്മശാനത്തിലായിരുന്നു ആദ്യം അടക്കം ചെയ്തത്. ഒരു നൂറ്റാണ്ടിന് ശേഷം എന്ന് പറഞ്ഞാൽ 100 കൊല്ലം കഴിഞ്ഞിട്ട്, ഒരു നൂറ്റാണ്ടിന് ശേഷം കാറ്റും മഴയുമുള്ള ഒരു രാത്രിയിൽ പ്രദേശത്തുകാർ ഒരു കൂട്ട സ്വപ്നം കണ്ടു. ജമാഅത്തായിട്ട് ഒന്നായിട്ട് ഒരു സ്വപ്നം കണ്ടു. ജമാഅത്തായിട്ട് നമ്മളെവിടെയുള്ള എല്ലാ ആളുകളും ഈ സ്വപ്നം കണ്ടു. എന്താ കണ്ടത്? തന്റെ മയ്യത്ത് തിരമാലകൾ കടലിലേക്ക് ഒഴുക്കുമെന്നും അതിനാൽ ഉടനെ മയ്യത്ത് മറ്റിടത്തേക്ക് മാറ്റി കുഴിച്ചിടണമെന്നും തങ്ങൾ ആയിരുന്നു സ്വപ്നം. നായിൽ നല്ല ഇതൊക്കെ ബാന്ധനേരം കൊണ്ട് മൂപ്പർക്ക് തന്നെ ഇവിടെ നേർന്നാ പോരെ, മൂപ്പർ കൊണ്ടൊന്നും ആവൂലെന്നുള്ളത് മനസ്സിലല്ലേ? മൂപ്പർക്കിട്ട് ബന്ധു പടക്കരുതാ പോരെ. ആൾക്കാർക്ക് സ്വപ്നം കാണിച്ചിട്ട് ബാന്ധാ കൂട്ട സ്വപ്നം കാണിച്ചു. അപ്പൊ ആരും എതിർക്കരുതിച്ചിട്ട് കേട്ടോ. ഈ ജാതി വർത്തമാനം പറയുന്നിടത്ത് നിങ്ങൾ നോക്കണം. എന്നിട്ടോ അങ്ങനെ കുഴിച്ചിടണമെന്നും തങ്ങൾ പറഞ്ഞതായിട്ടാണ് സ്വപ്നം. നാട്ടുകാർ തങ്ങളുടെ മയ്യത്ത് പുറത്തെടുത്തപ്പോൾ അതിന് യാതൊരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. 100 കൊല്ലം കഴിഞ്ഞിട്ട് എടുത്തു നോക്കിയപ്പോ അതേമാതിരി തന്നെ യാതൊരു മാറ്റവുമില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഒരു മാറ്റവും ഇല്ലാതെ തങ്ങൾ ഇങ്ങനെ കെടുക്കുക. നേരത്തെ തന്നെ കുളിപ്പിക്കുമ്പോ കണ്ണു തുറന്ന് നോക്കിയ ആളാ. പിന്നെ ഏതാട്ടെ, എന്നിട്ട് ഇത് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താ വിചാരിച്ച് ഷിർക്കിന്റെ കൂടാരം പ്രചരിപ്പിക്കുക. എന്നിട്ടോ അങ്ങനെ മയ്യത്ത് പുറത്തെടുത്തപ്പോൾ അതിന് യാതൊരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. മയ്യത്ത് പൊക്കാൻ പലരും ശ്രമിച്ചെങ്കിലും യത്നം പരാജയപ്പെടുകയുണ്ടായത്. ആൾക്കാരിൽ ഇത് പൊന്തിക്കാൻ നോക്കുമ്പോ പൊന്തുന്നില്ല. ഭയങ്കര കനം. മൂപ്പര് യോഗ പഠിച്ച ആളാ. അതുകൊണ്ട് എല്ലാരും കൂടി പൊന്തിക്കാൻ നോക്കിയിട്ട് നടക്കണില്ല, പരാജയപ്പെട്ടു. എന്നാൽ ഇടിയങ്ങരക്കാർ അക്കാര്യത്തിൽ വിജയിച്ചു. അതുകൊണ്ട് ഇടിയങ്ങരക്കാര് മയ്യത്ത് പൊന്തിച്ചു. ഇടിയങ്കരക്കാര് മയ്യത്ത് എന്താ ഇവിടെ കലാസികളുണ്ടോ ഏട്ടാ? ഇടിയങ്കരക്കാർ മയ്യത്ത് എന്ത് ചെയ്തു? എന്നിട്ടോ അവർ മയ്യത്ത് ഇടിയങ്കരയിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമിലാണ് ചരിത്രപ്രസിദ്ധമായ പള്ളി തല ഉയർത്തി നിൽക്കുന്നത്. പള്ളി തല ഉയർത്തി നിൽക്കുക. ഇനിയോ നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾ ഇവിടെ സ്വയം അർപ്പിക്കുന്നു. അവിടെ തീർന്നില്ലേ? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇനി പേര് വേറെ വിളിക്കണോ? ഈ നിലക്ക് അതപ്പതിച്ചൊരു സമൂഹത്തെ ഉണ്ടാക്കാനാണ് അദൃശ്യജ്ഞാനം അല്ലാഹു അല്ലാത്ത പലർക്കും ഉണ്ടെന്ന് ജനങ്ങളെ ധരിപ്പിക്കുന്നത്. അത്തരം അന്ധവിശ്വാസങ്ങളും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ നിങ്ങൾക്കും സ്വർഗം, നിങ്ങൾ രക്ഷപ്പെടുത്തുന്നവർക്കും സ്വർഗം. നിങ്ങളുടെ വാക്കുകളാൽ രക്ഷപ്പെടുന്ന ആളുകളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒരു പ്രതിഫലം അല്ലാഹു നമുക്ക് തരും. ആ നിലക്ക് പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളാൽ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം മനസ്സിലുള്ള നല്ല മോഹങ്ങൾ അല്ലാഹു നമുക്കെല്ലാം സഫലീകരിച്ചിരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.